السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. ഏറെ ബഹുമാനമുള്ള വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ ജീവിക്കുവാനും അവനിഷ്ടപ്പെട്ട സമയത്ത് സ്വർഗക്കാരനായി റബ്ബിലേക്ക് മടങ്ങുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ ഏറെ മഹനീയമായ അതിൻ്റെ അവസാന സന്ദർഭത്തിലെത്തി നിൽക്കുന്ന ഈ ഒരു നിമിഷത്തിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിലിരുന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മലായികത്തുകൾ ഇറങ്ങി വരാനും റഹ്മത്തും സമാധാനവും വർഷിക്കാനും റബ്ബിൻ്റെ അടുക്കൽ അവൻ്റെ മലായികത്തിൻ്റെ സവിധത്തിൽ വെച്ച് നമ്മെക്കുറിച്ച് പുകഴ്ത്തി പറയാനുമൊക്കെ ഹേതുകമാകുന്ന ഒരു ദീനി മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിരിക്കാനുള്ള തൗഫീഖ് പടച്ചറബ് നമുക്ക് നൽകിയിരിക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്നത് സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, ഒരു ഉമ്മയും ഉപ്പയും ഒരു പെൺകുട്ടിയും അങ്ങനെ 3 അംഗങ്ങളുള്ള ഒരു കുടുംബം. 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് പിതാവ് പെട്ടെന്ന് മരണപ്പെട്ടു പോയി. പിന്നീട് ആ വീട്ടിലുള്ളത് ഉമ്മയും കുട്ടിയും മാത്രമാണ്. ഈ പരിശുദ്ധ റമദാനിൻ്റെ പുണ്യമാക്കപ്പെട്ട സുദിനത്തിൽ നമ്മൾ വ്രതവുമായി കഴിച്ചു കൂട്ടുമ്പോൾ ഒരുപാട് പേർ നമ്മിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ 2 പേർ മാത്രമുള്ള ഈ വീട്ടിലെ ആ ഉമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി. ഇനി ആ വീട്ടിലുള്ളത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പെൺകുട്ടി മാത്രമാണ്. SSLC പരീക്ഷയ്ക്ക് പുറപ്പെട്ട ആ കുട്ടിക്ക് ഉമ്മയുടെ മരണവാർത്ത അറിയിച്ചത് പരീക്ഷയ്ക്ക് ശേഷമാണ്.
വീട്ടിലാളുകൾ കൂടിയിരിക്കുന്നത് കണ്ട് ആ കുട്ടി നിഷ്കളങ്കമായി ചോദിച്ചു അത്രേ, എൻ്റെ ഉമ്മ മരിച്ചുവോ എന്ന്. അത് വല്ലാത്തൊരു ചോദ്യമാണ്. ഉമ്മയുടെ മരണവാർത്ത വാട്സപ്പുകളിലൂടെ ഷെയർ ചെയ്യപ്പെട്ടപ്പോൾ ആ കുടുംബത്തെ അറിയുന്ന ആളുകളുടെ മുഴുവൻ ഹൃത്തടങ്ങളിൽ വേദനയുണ്ടാക്കിയത് ആ കുഞ്ഞിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ്. ഇതൊരു മരണം മാത്രമല്ല, ഇതുപോലെ നിരവധി മരണവാർത്തകൾ നമ്മുടെ ചുറ്റുമുണ്ടായിട്ടുണ്ട്. 3 പെൺമക്കളെ ബാക്കി വെച്ച് യുവാവായ പിതാവ് പെട്ടെന്ന് മരണപ്പെട്ടു പോയ സംഭവം. 4 മാസം പ്രായമുള്ള കുഞ്ഞിന് മുലപ്പാൽ നൽകാൻ ഉമ്മ ആവശ്യമാണ്. പക്ഷേ 4 മാസമുള്ള കുഞ്ഞിനെ തനിച്ചാക്കി മാതാവ് യാത്രയായ സംഭവങ്ങൾ. ഇങ്ങനെ നിരവധി മരണവാർത്തകളിൽ നമ്മെ വല്ലാണ്ട് സ്വാധീനിക്കുന്നത് ആ കുടുംബത്തിൻ്റെ, ആ മക്കളുടെ, അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട അവർ ബാക്കി വെച്ച ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് ഓർത്താണ് പലപ്പോഴും നമ്മൾ വിഷമിക്കാറുള്ളത്. പക്ഷേ മരിച്ചുപോയ ആ മനുഷ്യനെക്കുറിച്ച് ആരാണ് ഓർക്കാറുള്ളത്? പിതാവ് മരിച്ചാൽ മക്കൾക്ക് ലഭിക്കുന്ന പേര് യതീം എന്നാണ്, ഭാര്യയ്ക്ക് ലഭിക്കുന്നത് വിധവ എന്നാണ്. യതീമിനെയും വിധവയെയും സംരക്ഷിക്കുന്നവർക്ക് പടച്ച റബ്ബ് കൊടുത്ത ഓഫറുകൾ അവർണ്ണനീയമാണ്. ഈ 2 ഡെസിഗ്നേഷനുകൾ പേറുന്ന നമ്മുടെ കുടുംബത്തിനെ പരിചരിക്കാനും സംരക്ഷിക്കാനും നിരവധി ആളുകൾ കടന്നു വരും. ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ, സാമൂഹിക സന്നദ്ധ സംഘടനകൾ എല്ലാം നമ്മുടെ കുടുംബത്തിന് അത്താണിയായിട്ട് അവരുടെ സംരക്ഷണങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വരുമ്പോൾ ആ ഖബറിൽ കിടക്കുന്ന നമ്മെ ആരാണ് സംരക്ഷിക്കാനുള്ളത്? ഖബറിൽ നമുക്ക് പ്രതിസന്ധിയും പ്രയാസവുമാണെങ്കിൽ ആരാണ് ആ ഒരു ചൂടിൽ നിന്ന്, ആ ഒരു പ്രയാസത്തിൽ നിന്ന്, ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് കുളിരും സാന്ത്വനവും സമാധാനവുമേകാൻ കഴിവുള്ളത്? ആർക്കാണ്? ഭാര്യയില്ലാതെ ഭർത്താവ് ജീവിച്ച് ശീലിച്ചു. ഉപ്പയില്ലാതെ മക്കൾ മറ്റുള്ളവരുടെ സഹായം സ്വീകരിച്ചുകൊണ്ട് അവരും ജീവിച്ച് ശീലിച്ചു. തിന്മേശയിൽ ബാപ്പയില്ലാതെ ഒറ്റക്കവരെല്ലാം ഭക്ഷണം കഴിച്ച് ശീലമായി. പക്ഷേ ഖബറിൽ കിടക്കുന്ന നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഉമ്മയാണെങ്കിൽ ഉമ്മ, ഉപ്പയാണെങ്കിൽ ഉപ്പ, മക്കളാണെങ്കിൽ മക്കൾ. നാം ഖബറിലാണെങ്കിൽ നമ്മെ സംരക്ഷിക്കാൻ ആരാണ് സഹോദരന്മാരെ ഉള്ളത്? ആർക്കൊക്കെയോ വേണ്ടി വിശ്രമമില്ലാതെ ഓടി നടന്ന നമ്മൾ നമ്മെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന നിമിഷമാണ്. ആകാശലോകത്ത് നിന്ന് മലക്കുൽ മൗത്തും സംഘവും നമ്മുടെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി കടന്നു വരുന്ന ആ നിമിഷം മുതൽക്ക് നമ്മുടെ ചിന്ത നമ്മെക്കുറിച്ച് മാത്രമാണ്. അതുവരെ നാം ചിന്തിച്ചത് നമ്മുടെ മക്കളെക്കുറിച്ച് ഓർത്താണ്, നമ്മുടെ ബിസിനസ് ഓർത്താണ്, നമ്മുടെ കുടുംബത്തിലുള്ള മറ്റു കാര്യങ്ങൾ ഓർത്താണ്, ഇന്നത്തെ ഭക്ഷണം എന്താക്കും എന്നത് ഓർത്തിട്ടാണ് നാം ഒരുപാട് തവണ സ്റ്റെക്കായി നിന്ന് ചിന്തിച്ചിരുന്നത്. നാം നമ്മെക്കുറിച്ച് ചിന്തിക്കാൻ മറന്നുപോയി, നമ്മെക്കുറിച്ച് ഓർക്കാൻ നമ്മൾ മറന്നുപോയി. നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ വിസ്മരിച്ചു പോയി. നമ്മുടെ ഉറക്കവും നമ്മുടെ ക്ഷീണവും നമ്മൾ തമസ്കരിച്ചു. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ സമ്പത്തിന് വേണ്ടി, നമ്മുടെ ബിസിനസ്സിന് വേണ്ടി, നമ്മുടെ വരുമാനത്തിന് വേണ്ടി, സമൂഹം നമുക്ക് വെച്ച് കെട്ടാൻ സാധ്യതയുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി. പക്ഷേ ഈ ലോകത്ത് നിന്ന് യഥാർത്ഥ ലോകത്തേക്കുള്ള പ്രവേശികയാകുന്ന മരണത്തിലൂടെ നമ്മുടെ ജീവിതം സമാരംഭം കുറിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മെക്കുറിച്ച് നാം ചിന്തിക്കുന്നത്. ജീവിതത്തിൽ വീടും സമ്പത്തും സൗകര്യങ്ങളും പെരുമയും പത്രാസുമാണ് വലുത് എന്ന് തെറ്റിദ്ധരിച്ചിടത്ത് നിന്ന് ജീവിതം കൊണ്ട് ഇതൊന്നും ആയിരുന്നില്ല ഞാൻ നേടേണ്ടിയിരുന്നത് എന്ന് തിരിച്ചറിയുന്ന നിമിഷം, ഞാനാണ് റബ്ബ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഫിർഔൻ പോലും അത് ബോധ്യപ്പെട്ടിട്ടാണ് മരണപ്പെട്ടു പോയത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിൻ്റെ 90-91 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം പറയുന്നുണ്ട്. ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖ് قال آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل وأنا من المسلمين. ഫിർഔൻ ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ ആളാണ്. അലക്കി റബ്ബുൻ ഗൈരി, ഞാനല്ലാത്തൊരു റബ്ബ് നിനക്കോ എന്ന് ചോദിച്ച വ്യക്തിയാണ്. ഈ നദി എൻ്റെ താഴ്ഭാഗത്തു കൂടെയല്ലേ ഒഴുകുന്നത്? അലൈസലി മുൽക്കു മിസ്ർ, ഈജിപ്തിൻ്റെ ഭരണാധികാരി ഞാനല്ലേ? അതുകൊണ്ട് ഞാനല്ലാതെ ഒരു രക്ഷിതാവ് നിങ്ങൾക്ക് പാടില്ല. ജനിച്ചു വീണ മുഴുവൻ ആൺകുട്ടികളെയും കൊന്നൊടുക്കിയത് അധികാരം അവർ കൈക്കലാക്കുമോ എന്ന് പേടിച്ചിട്ടായിരുന്നു. ആ പിഞ്ചുമക്കളെ കൊന്നൊടുക്കുമ്പോൾ ഒരുത്തൻ പോലും അരുതേ എന്ന് പറയാൻ ധൈര്യം കാണിക്കാത്ത വിധം സ്വച്ഛാധിപത്യത്തിൻ്റെ ഉത്തുംഗ പദവിയിൽ നിന്ന ഫിർഔൻ ചെങ്കടലിൻ്റെ ആഴിയിലേക്ക് മുങ്ങിപ്പോകുമ്പോൾ പറഞ്ഞ വാക്ക് ഖാല ആമൻതു
أنه لا إله إلا الذي آمنت به بنو إسرائيل. ബനു ഇസ്രായേൽ ഏത് റബ്ബിലാണോ വിശ്വസിച്ചിരിക്കുന്നത് അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാകുന്നു. ഈ വാക്ക് പറഞ്ഞത് ഫിർഔനാണ്. ചെങ്കടലിൻ്റെ ആഴിയിലേക്ക് മുങ്ങിപ്പോകുമ്പോൾ ഇത് പറഞ്ഞപ്പോൾ അള്ളാഹു അദ്ദേഹത്തോട് ചോദിച്ചത് ഇപ്പോഴാണോ നീ നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഇപ്പോഴാണോ നീ നിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് എന്നതാണ്. ജീവിതത്തിന് പല വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്ന് ജീവിതത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമ്മുടെ രസമാണ്, നമ്മുടെ സുഖമാണ്, നമ്മുടെ അടിപൊളിയാണ്, നീ നിനക്കിഷ്ടമുള്ളത് ചെയ്തോ, നിൻ്റെ പ്ലഷറും നിൻ്റെ ഹോപ്പും നിൻ്റെ അംബീഷനും നിൻ്റെ ഡ്രീംസിൻ്റെയും പിന്നിലാണ് നിൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞ് മതങ്ങളൊന്നും ആവശ്യമില്ല എന്നെല്ലാം പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് പോലും ഇത് ബോധ്യപ്പെടുന്ന നിമിഷമാണ് സഹോദരങ്ങളെ മരണത്തിൻ്റെ സമയം. സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 99-100 ആയത്തുകളാണ് ഓതിക്കേൾപ്പിച്ചത്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, ഒരാളുടെ അടുക്കിലേക്ക് മരണം വന്നെത്തും. ഖാല റബ്ബിർജിഊൻ, അപ്പോൾ അവൻ പറയുന്ന വാക്ക് ഇർജിഊൻ, പടച്ചോനെ എന്നെ നീ ഒന്ന് മടക്കിത്തരുമോ. എന്തിനാണ്? എൻ്റെ ജോലി മുഴുവനാക്കട്ടെ എന്നല്ല, എൻ്റെ മക്കൾക്കൊരു വീട് നിർമ്മിച്ചിട്ട് വരാമെന്നല്ല, അവരുടെ പഠനവും അവരുടെ ബാധ്യതയും പൂർത്തീകരിച്ചിട്ട് വരാമെന്നല്ല, ഞാനില്ലാത്തപ്പോഴും അവർക്ക് ജീവിക്കാനുള്ള ഒരു വഴി ഞാൻ തുറന്നു വെച്ചിട്ട് വരാൻ പടച്ചോനെ എന്നല്ല. എന്താണ് കാരണം പറയുന്നത്? ലഅല്ലീ അഅമലു സാലിഹൻ ഫീമാ തറക്തു, ചെയ്യാതെ മാറ്റിവെച്ച സുഹൃതങ്ങൾ ചെയ്യാൻ. ഞാൻ എന്തെല്ലാമോ തിരക്കിലായിരുന്നു, ഞാൻ എന്തെല്ലാമോ ചിന്തകളിലായിരുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മറന്ന് ഞാൻ എവിടെയൊക്കെയോ അലയുകയായിരുന്നു. സൂചനകളായിട്ട് രോഗം വന്നപ്പോൾ ചിന്തിച്ചില്ല, അപകടങ്ങൾ വന്നപ്പോൾ ചിന്തിച്ചില്ല, സാമ്പത്തിക ക്രൈസിസ് വന്നപ്പോൾ ചിന്തിച്ചില്ല, കൊറോണയും പ്രളയങ്ങളും മാറി മാറി വന്നപ്പോൾ ചിന്തിച്ചില്ല. സ്വന്തം ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളെ വിസ്മരിച്ച് ഞാൻ ഓടുകയായിരുന്നു. അതുകൊണ്ട് റബ്ബേ, ഇപ്പോൾ പിടിക്കാതെ അല്പനേരം എനിക്ക് ഒന്നുകൂടെ സമയം തരുമോ എന്ന് അവിടെ വെച്ച് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വാക്കെന്താണ്? കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് നിൻ്റെ വെറും ഒരു വർത്തമാനം മാത്രമാണ്. അത് നീ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മരിച്ചുപോയ അധികം ആളുകളും അത് ചോദിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ പിന്തിപ്പിച്ചാൽ ഞാൻ നല്ലവനായി ജീവിച്ചുകൊള്ളാം, ഞാൻ മുഅ്മിനായിക്കൊള്ളാം, ഞാൻ മൂഖിനായിക്കൊള്ളാം, ഞാൻ മുഖ്ലിസായിക്കൊള്ളാം, ഞാൻ മുഹ്സിനായിക്കൊള്ളാം, ഞാൻ നന്മയിൽ കുതിച്ചോളാം, ഞാൻ സദഖ കൊടുത്തോളാം. ഇതെല്ലാവരും പറഞ്ഞ വാക്കാണ്. നീയും അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അല്ലാഹ് പറയാണ്, ഇനി നിനക്കൊരു മടക്കമില്ല. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, ഇനി നിനക്കുള്ളത് ബർസഖാണ്, ഉയർത്തെഴുന്നേൽപ്പിനും ദുനിയാവിനും ഇടക്കുള്ള ഖബർ ജീവിതമാണ് നിനക്കിനിയുള്ളത്. നിനക്കൊരിക്കലും ഇനി ദുനിയാവിലേക്ക് മടങ്ങി വരാൻ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദുകളായ ആളുകൾ പടച്ചവനോട് ചോദിക്കുന്നത്, പടച്ചവനെ ദുനിയാവിലേക്ക് ഒന്നുകൂടെ മടങ്ങി, ദുനിയാവിൽ ഒന്നുകൂടെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ധർമ്മസമര പോരാട്ട ഭൂമിയിൽ ധീരശൂരം പോരാടിയിട്ട് ഷഹീദായി തിരിച്ചു വരാൻ ഒരിക്കൽ കൂടെ അവസരം തരുമോ ചോദിക്കുമ്പോൾ അള്ളാഹ് പറയണം, അങ്ങനത്തെ ഒരു അവസരമില്ല. അതുകൊണ്ട് മനുഷ്യൻ അവനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയമാണ് ഈ മരണത്തിൻ്റെ സമയം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തൻ്റെ അണികളെയും കൊണ്ട് ഖബറിടത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഖബറാളികളോട് ചോദിക്കുകയാണ്, അവർ പ്രാർത്ഥന കേൾക്കുമെന്നോ, അവർ വിളി കേൾക്കുമെന്നോ, അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയുമെന്നോ ഈ വിശ്വാസത്തിലൊന്നല്ല, തനിക്കും തൻ്റെ കൂടെയുള്ളവർക്കും തസ്കിയത്ത് ലഭിക്കാനാണ്. അദ്ദേഹം ഖബറാളികളോട് ചോദിക്കുകയാണ്, മൽ ഖബ്റു ഇൻദകും, എന്താ ഖബറിലെ വിശേഷങ്ങൾ, എന്താ അവിടുത്തെ അവസ്ഥ? ചോദിച്ച അദ്ദേഹം അല്പനേരം നിശബ്ദനാവുകയാണ്. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, അൽ ഖബ്റു ഇൻദനാ, നിങ്ങളുടെ കാലശേഷം ഇവിടെ ഉണ്ടായത് എന്താണെന്നറിയോ? നിങ്ങൾ സമ്പാദിച്ചു കൂട്ടിയ നിങ്ങളുടെ സമ്പാദ്യം, നിങ്ങളുടെ കച്ചവട സ്ഥാപനം, നിങ്ങളുടെ അക്കൗണ്ടിലെ വരുമാനം, നിങ്ങളുടെ ആസ്തികൾ, ഇതെല്ലാം ശേഖരിച്ചു വെച്ച് അത് നിങ്ങളുടെ അനന്തരവന്മാർക്ക് വീതം വെച്ചു കൊടുത്തു. നിന്റെ മക്കൾ യതീമായി, നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ് മറ്റൊരുത്തൻ്റെ ഭാര്യയാണ്, മറ്റൊരുത്തൻ്റെ ഭർത്താവാണ്. അവരിപ്പോൾ ഭൂമിയിൽ സ്വസ്ഥമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. മൽ ഖബ്റു ഇൻദകും, പറയൂ ഖബറിൽ നീ അനുഭവിക്കുന്നത് എന്താണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഖബറാളികൾക്ക് അല്ലാഹു മറുപടി പറയാൻ അനുവാദം കൊടുത്തിരുന്നെങ്കിൽ ലഖാലു, അവർ പറയുമായിരുന്നു, ഫഇന്ന ഖൈറസ്സാദി തഖ്വാ, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരെ നിങ്ങൾ നിങ്ങളുടെ ജോലിയുടെ പിന്നാലെ കിടന്ന് മരിക്കണ്ട,
നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ഷഹീദാവണ്ട. നിങ്ങൾ മറ്റുള്ളവരുടെ ഇടയിലുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് വേഷം കെട്ടാൻ നിൽക്കണ്ട. നിങ്ങൾ സിനിമക്കും അതുപോലെ തന്നെ യൂട്യൂബർമാരുടെയും വ്ളോഗർമാരുടെയും പിന്നാലെ പോയിട്ട് ട്രെൻഡ് പേറി നടക്കണ്ട. ഫഇന്ന ഖൈറസ്സാദി തഖ്വ. വളരെ ചുരുങ്ങിയ പടച്ചിറബ് നമുക്ക് നൽകിയ ഈ ആയുഷ്കാലത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്, നേടാനുള്ളത് അത് തഖ്വയാണ് കേട്ടോ എന്ന് അവർക്കെങ്ങാനും ജവാബ് കൊടുക്കാൻ അള്ളാഹു കഴിവ് കൊടുത്തിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു എന്നാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, മരണം എന്നത് സത്യമാണ്. എപ്പോൾ, എവിടെ, എങ്ങനെയെന്ന് നമുക്കാർക്കും പ്രവചിക്കാൻ പറ്റാത്ത നിലക്ക് പടച്ചിറബ് തീരുമാനിച്ചു വച്ചിരിക്കുകയാണ്. ഈ ഭൂമിയിൽ കാലുകുത്തുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് അള്ളാഹു നമ്മുടെ മാതാവിൻ്റെ ഗർഭത്തിൽ നാം ഇരിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചതാണ് അജലുഹു, നമ്മുടെ വാലിഡിറ്റി. ഒരു മരണവാർത്ത കേട്ടാൽ ആൾക്കാർ ചോദിക്കും, എന്തായിരുന്നു അയാൾക്ക് അല്ലേ? രോഗമായിരുന്നെങ്കിൽ എന്തായിരുന്നു രോഗം? ആണോ? ആ രോഗമായിരുന്നു അദ്ദേഹത്തിന്. എപ്പോൾ എന്ത് ചെയ്യുന്നിട്ട് എന്താ ഉണ്ടായതത്രേ അല്ലേ? കൂടുതൽ എന്താ ഉണ്ടായത്? മരിക്കാൻ കാരണമായത് എന്താണ്? മരിക്കാൻ പ്രത്യേകിച്ച് കാരണം വേണ്ട. മരിക്കാൻ ഒറ്റ കാരണം മതി. അതെന്താ അറിയോ? സമയമാവുക. അള്ളാഹു രേഖപ്പെടുത്തി വെച്ച സമയം എവിടെയാണോ ആ അതിരുവരെ മാത്രമേ നമ്മൾ ഓടൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ മണലിൽ 3 കൊള്ളികൾ നാട്ടിവെച്ചു. ഒന്ന് മറ്റൊന്നിന് ചേർത്തും, 3-ാമത്തെ കൊള്ളി ദൂരെയും കുത്തി. എന്നിട്ട് സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബത്തെ, ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 1-ാമത്തെ കൊള്ളി നിങ്ങളാണ്. അതിന് തൊട്ട് ചാരത്ത് ഞാൻ നാട്ടിയത് നിങ്ങളുടെ മരണമാണ്. അങ്ങകലെ ഞാൻ സ്ഥാപിച്ചത് നിങ്ങളുടെ സ്വപ്നമാണ്. മനുഷ്യൻ്റെ വായിൽ മണ്ണ് നിറയോളം മനുഷ്യന് ആർത്തിയാണ്, സമ്പത്തിനോടുള്ള ആർത്തി. പ്രായം കൂടും തോറും മനുഷ്യനിൽ 2 കാര്യങ്ങൾ യൗവനം പൂളുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിക്കാനുള്ള കൊതി, സമ്പത്തിനോടുള്ള ആർത്തി. ഇനി അധിക കാലം ജീവിച്ചിരിക്കില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ രോഗികൾ ചോദിക്കുകയാണ്, ഞാൻ മരിക്കുമോ ഡോക്ടറെ? മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിൻ്റെ സമയത്ത് ചാരത്ത് വിളിച്ചിട്ട് പറയാണ്, സ്വകാര്യം പറയാൻ. ഫാത്തിമ ബിവി കരഞ്ഞു. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബിവിയെ വിളിച്ചിട്ട് സ്വകാര്യം പറയാ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചു. പിന്നീട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉപ്പച്ചി എന്നെ വിളിച്ചിട്ട് ആദ്യം പറഞ്ഞത്, പൊന്നുമോളെ ഉപ്പ മരിക്കുകയാണെന്നാണ്. അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. രണ്ടാമത് ഉപ്പ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, അഹ്ലുബൈത്തിൽ നിന്ന്, പ്രവാചക കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നെ അനുഗമിക്കുന്നത് മോളെ നീയായിരിക്കുമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. അള്ളാഹുവിലേക്ക് മടങ്ങുക, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടി വരും, മരിക്കേണ്ടി വരും എന്ന് തീർപ്പാക്കുന്ന നിമിഷത്തിൽ മനുഷ്യൻ പേടിക്കുകയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. എൻ്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പ്രഖ്യാപിച്ചു. സുമ്മസ്തഖാമു, പിന്നീട് പടച്ചോൻ്റെ വഴിയിൽ ഉറച്ചങ്ങോട്ട് ജീവിച്ചു. മരിക്കുന്ന സമയത്ത് മലക്കൾ വന്നിട്ട് ആദ്യം പറയാ, അല്ലാ തഖാഫു, പേടിക്കണ്ട. ആയത്തിനെ വ്യാഖ്യാനിച്ച് മുഫസ്സിറുകൾ പറയാണ്, ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയെ പോലുള്ള മഹാപണ്ഡിതന്മാർ ആയത്തിനെ വ്യാഖ്യാനിച്ചു കൊണ്ട് പറഞ്ഞത്, മരിക്കുന്ന ഒരു വ്യക്തിയിൽ പേടിയായിരിക്കും കൂടുതലുണ്ടാവുക. മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവുക. നമ്മുടെ മക്കൾ, നമ്മുടെ ജോലി, നമ്മുടെ മറ്റു കാര്യങ്ങൾ ഇതൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് സങ്കടം ഉണ്ടാവുക. പക്ഷെ മരിക്കുന്ന ഒരു നിമിഷത്തിൽ ഒരാൾക്ക് പേടിയാനുണ്ടാവുക അങ്ങോട്ടുള്ള യാത്രയെക്കുറിച്ച് ഓർത്തുള്ള. അവിടെ മലക്കുകൾ വന്നിട്ട് ആശ്വാസത്തിൻ്റെ വാക്ക് പറയാണ്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങളുടെ കൂടെ ദുനിയാവിൽ ഞങ്ങളുണ്ടായിരുന്നു, ആഖിറത്തിലും നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാകും എന്ന് പറയാണ്. സഹോദരന്മാരെ, മരണത്തോടുകൂടെ അവസരം നിലച്ചു പോവാണ്. നമ്മൾ നമ്മുടെ മക്കളോടൊക്കെ പറയും, മക്കളെ പഠിച്ചോളി, ഇത് പഠിക്കാനുള്ള അവസരമാണ് അല്ലേ, ജോലി എടുത്ത് പൈസ ഉണ്ടാക്കി കൊടുത്ത് പൈസ ഉണ്ടാക്കാനുള്ള അവസരമാണ് അല്ലേ, ഇപ്പോൾ ബിസിനസ്സിന് നല്ല ഒരു സ്കോപ്പുള്ള സീസണാണ്, അതുകൊണ്ട് അതിലേക്ക് നീ ഒന്നും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തോ, നിനക്കൊന്നും കൂടെ ഹൈ ലെവലിലേക്ക് എത്താം. നമുക്കെല്ലാവർക്കും ഒരുപോലെയുള്ള അവസരമാണ്. ജീവിച്ചിരിക്കുന്നു എന്നത്, തെറ്റ് സംഭവിച്ചു പോയോ, ജീവിച്ചിരിക്കുന്നു എന്നത് അവസരമാണ്. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ, ജീവിച്ചിരിക്കുന്നു എന്നത് അവസരമാണ്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും സ്വർഗത്തിൻ്റെ വഴി പ്രാപിക്കാനും ആഗ്രഹമുണ്ടോ, നിനക്ക് ജീവനുണ്ട് എന്നത് വലിയ ഭാഗ്യമാണ്. കാരണം മരിച്ചുപോയവരെല്ലാം ആഗ്രഹിച്ചു പോയതാണ്. കള്ളുകുടിച്ച് വ്യഭിചരിച്ച് തോന്നിവാസിയായി ജീവിക്കുന്ന ഒരാൾ തന്നെ ഉപദേശിക്കണമെന്ന് പറഞ്ഞൊരു ആലിമിൻ്റെ അടുക്കൽ വന്നപ്പോൾ അദ്ദേഹത്തെയും കൊണ്ട് ഖബറിലേക്ക് ചെന്നു.
എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഖബറാളികൾ ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന എന്തായിരിക്കും? അദ്ദേഹം പറഞ്ഞു, ജീവിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിലെന്നായിരിക്കും, ഭൂമിയിലേക്ക് തൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റിയെങ്കിലെന്നായിരിക്കും. അപ്പോൾ ഈ പണ്ഡിതൻ അദ്ദേഹത്തോട് പറഞ്ഞു, സുഹൃത്തെ, എത്രയോ ഖബറാളികൾ ആഗ്രഹിച്ച കാര്യമാണ് നിനക്ക് പടച്ച റബ്ബ് നൽകിയത്. എത്രയോ ഖബറാളികൾ ആഗ്രഹിച്ച കാര്യമാണ് ഭൂമിയിൽ ജീവിച്ചിരിക്കണം എന്നത്. പക്ഷെ അവർക്ക് ആർക്കും അതിനുള്ള അവസരം പടച്ചോൻ കൊടുത്തില്ല. ഈ ഇരിക്കുന്ന നമുക്കാണ് അതിനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മരണത്തിനപ്പുറത്ത് നമുക്കൊന്നും ചെയ്യാനാവില്ല. അല്യൗമ അമൽ ലാ ഹിസാബ്. ഇത് അമലിൻ്റെ ലോകമാണ്, ഇവിടെ ഹിസാബില്ല. ഗദൻ ഹിസാബുൽ ലാ അമൽ. മരിച്ചാൽ നമുക്ക് ഹിസാബേ ഉള്ളൂ, പിന്നീട് അവിടെ അമലില്ല. ഒന്നും ചെയ്യാൻ സാധിക്കൂല. ആരും കൂട്ടാളികളില്ല, ആരും സഹായിയായിട്ടില്ല. ഖുർആൻ സൂറത്ത് ശുഅറാഇൻ്റെ 100 മുതൽ 102 വരെയുള്ള ആയത്തിൽ അല്ലാഹ് പറയാണ്, ഫമാ ലനാ മിൻ ശാഫിഈൻ വലാ സദീഖിൻ ഹമീം ഫലൗ അന്ന ലനാ കററതൻ ഫനകൂനൻ മിനൽ മുഅ്മിനീൻ. അവിടെ ഒരു ഷാഫി ഇല്ല, ഒരു ശുപാർശകനില്ല. വലാ സദീഖിൻ ഹമീം, ഒരു ഉറ്റമിത്രമോ കുടുംബക്കാരനോ കൂട്ടുകാരനോ ഇല്ല. അവർ പറയും, ഞങ്ങൾക്ക് ഒരു മടക്കം തന്നിരുന്നെങ്കിൽ ഞങ്ങൾ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോകുമായിരുന്നു, ഞങ്ങൾ മുഅ്മിനികളായി മാറുമായിരുന്നു എന്നവർ ആശിച്ചു പോകുന്നതാണ്. മനസ്സിലായില്ലേ? അതായത് ഒരിക്കലും തിരിച്ചു പോരാൻ കഴിയാത്ത ഒരു പ്രയാസത്തിൽ അവർ കുടുങ്ങി നിൽക്കുകയാണ്. ആരും സഹായിക്കാനില്ല, ആരും കൈപിടിക്കാനില്ല. അല്ലാഹ് പറയാണ്, ലഖദ് ജിഅ്തുമൂനാ ഫുറാദ കമാ ഖലഖനാകും അവ്വല മറ. എങ്ങനെയാണോ നിങ്ങളെ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ എല്ലാവരും തിരിച്ചു വന്നിരിക്കുന്നല്ലോ. മാ നറാ മഅകും ശുഫആഅകും. നിങ്ങളുടെ കൂടെ ഒരു ശുപാർശകനെയും ഞാൻ കാണുന്നില്ലല്ലോ, ഒരു സഹായിയെയും കാണുന്നില്ലല്ലോ, എല്ലാവരും ഒറ്റക്കൊറ്റക്കാണല്ലോ വന്നിരിക്കുന്നത് എന്ന് പറയുന്നതാണ് പരലോകം. അവിടെ എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മനുഷ്യൻ പറയുന്നത്, വിളിച്ചു പറയും, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള കാര്യത്തിൽ ഞാൻ അനാസ്ഥ കാണിച്ചുവല്ലോ, ഞാൻ അശ്രദ്ധ കാണിച്ചുവല്ലോ. പള്ളിമിനാരത്തിൽ നിന്ന് ബാങ്കുലി മുഴങ്ങിക്കേട്ടപ്പോൾ ഞാൻ പോയില്ലല്ലോ, ദാനധർമ്മത്തിന് അവസരം കിട്ടിയപ്പോൾ ഞാൻ കൊടുത്തില്ലല്ലോ, എൻ്റെ മാതാപിതാക്കളെ പരിപാലിച്ച് സ്വർഗം നേടാൻ അവസരമുണ്ടായപ്പോൾ എനിക്കതിന് സമയം കിട്ടിയില്ലല്ലോ, എൻ്റെ ഭാര്യയോടും എൻ്റെ മക്കളോടുമൊത്ത് ദീനീയായ ജീവിതം നയിക്കാൻ എനിക്ക് പറ്റാതെ പോയല്ലോ, അള്ളാഹുവിലേക്കുള്ള കടമകളും കടപ്പാടുകളും പൂർത്തീകരിക്കുന്ന വിഷയത്തിൽ എനിക്ക് അനാസ്ഥ സംഭവിച്ചു പോയല്ലോ എന്ന് മനുഷ്യൻ അവിടെ വെച്ചിട്ട് ഏങ്ങലടിക്കാനേ കഴിയുള്ളൂ. ഔ തഖൂല ലൗ അന്നല്ലാഹ ഹദാനി ലകുന്തു മിനൽ മുത്തഖീൻ. അവിടെ വെച്ച് മനുഷ്യൻ പറയും, പടച്ചവൻ എനിക്ക് ഹിദായത്ത് നൽകിയിരുന്നെങ്കിൽ ഞാൻ മുത്തക്കിയുടെ കൂട്ടത്തിലാകുമായിരുന്നല്ലോ. അവൻ്റെ കൊതി പറയാണ്, അല്ലാതെ അവനെ അള്ളാഹു വഴികേടിലാക്കിയതുകൊണ്ടാണ് അവരവിടെ എത്തിയെന്നുള്ള ഒരു ജൽപ്പനമല്ല. മറിച്ച് അവൻ അത്രയധികം കൊതിയുണ്ടാകും മുത്തഖിയായി ജീവിക്കാൻ ആ പരലോകത്ത്. ഔ തഖൂൽ ഹീന തറൽ അദാബ് ലൗ അന്ന ലീ കററതൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ. മനുഷ്യൻ പറയാണ്, എന്ത്? നരകം മുന്നിൽ കാണുമ്പോൾ മനുഷ്യൻ പറയാണ്, ലൗ അന്നലീ കററതൻ, എനിക്കൊരു മടക്കമുണ്ടായിരുന്നെങ്കിൽ ഫഅകൂന മിനൽ മുഹ്സിനീൻ, ഞാൻ മുഹ്സിനുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമായിരുന്നല്ലോ. എനിക്കൊന്നും കൂടെ പടച്ചവൻ മടങ്ങാൻ അവസരം തന്നിനെങ്കിൽ ഞാൻ സൽക്കർമ്മകാരികളുടെ കൂട്ടത്തിൽ പെട്ടിട്ട് നല്ല ആളുകളായിട്ട് തിരിച്ചു വരുമായിരുന്നു എന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ജീവിതമാണ് നമുക്ക് വിജയിക്കാനുള്ളത്, ഈ ജീവിതമാണ് നമുക്ക് പ്രവർത്തിക്കാനുള്ളത്, ഈ ജീവിതമാണ് നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളത്. അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എൻ്റെ ഉപമ ഒരു തീ കത്തിക്കുന്ന മനുഷ്യനെ പോലെയാണ്. ആളിക്കത്തുന്ന തീയിലേക്ക് പാറ്റകളും പ്രാണികളും ഓടിയെടുക്കുമ്പോൾ ഞാൻ അവയെ ആട്ടിയകറ്റുകയാണ്. ഞാൻ നിങ്ങളുടെ അരക്കെട്ടിന് പിടിക്കുകയാണ്, കത്തിജ്വലിക്കുന്ന നരകത്തിൻ്റെ വിറകുകളായി മാറാതിരിക്കാൻ. അനുഗ്രഹത്തിൻ്റെ കേദാരമായ സ്വർഗത്തിലേക്ക് നിങ്ങളെ വിളിക്കുകയാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അള്ളാഹ് നിങ്ങൾ ക്ഷണിക്കുന്നത് ദാറുസ്സലാമിലേക്കാണ്, സമാധാനത്തിൻ്റെ ഗേഹത്തിലേക്കാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതാണ് അവസരം. ഓരോ ദിവസവും മാറി 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 വരുമ്പോൾ
പിന്നിട്ട ഒരു ദിവസവും നമ്മിലേക്ക് തിരിച്ചു വരുന്നില്ല. ഓരോ ദിവസവും നമ്മളോട് പറയുന്നത്, ഞാൻ പടച്ച റബ്ബിൻ്റെ പുതിയൊരു സൃഷ്ടിയാണ്, നീ എന്നെ പരമാവധി ഉപയോഗിച്ചോ, ഇന്ന് ഞാൻ പോയാൽ പിന്നീട് ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല. അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞത്, യദാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗത്ത്. സമയം പാഴാക്കൽ മരണത്തേക്കാൾ വലിയ കഠിനമാണ്. മരണമെന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവനാണ് എടുക്കുന്നതെങ്കിൽ സമയം പാഴാക്കുന്നതിലൂടെ ഒരാൾ ഹക്കിൽ നിന്ന് വഴികേടിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓരോ സെക്കൻഡും നമുക്ക് വിലപ്പെട്ടതാണ്. ഓരോ സെക്കൻഡും റബ്ബിലേക്ക് അടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് താബിഈ പണ്ഡിതന്മാർ പറഞ്ഞത്, ലഖദ് അദ്റക്തു അഖ്വാമൻ, ഞാൻ ഒരു ജനതയെ കണ്ടിട്ടുണ്ട്. എന്താ അവിടെ പ്രത്യേകത? അവർ ദീനാറും ദിർഹമും കൊടുക്കുന്ന വിഷയത്തിൽ ശ്രദ്ധ കാണിക്കൂല, പക്ഷേ സമയം ചിലവഴിക്കുന്ന കാര്യത്തിൽ അതീവ ശ്രദ്ധാലുക്കളായിരുന്നു. സമയമാണ് ജീവിതം. ഇബ്ന ആദം ഇന്നമ അൻതൽ അയ്യാം, ആദമിൻ്റെ പുത്ര, നീ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ ദിവസങ്ങളാണ്. അള്ളാഹു നമുക്ക് അലോട്ട് ചെയ്തു തന്ന ദിവസങ്ങളാണ് നമ്മൾ. 10,000 ദിവസം നമുക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസം കഴിഞ്ഞാൽ നമ്മൾ പോകണം. ദിവസങ്ങളാണ് നമ്മൾ. അതുകൊണ്ട് ഓരോ ദിവസവും നമുക്കുള്ള അവസരങ്ങളാണ്. ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് നമ്മുടെ മരണത്തിലേക്കാണ്. ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖി. ഓരോരുത്തരും മത്സരിച്ച് പ്രയാസപ്പെട്ട് പണിപ്പെട്ട് മുന്നോട്ട് പോകുന്നത് ഇലാ റബ്ബിക്, നിന്റെ റബ്ബിലേക്കാണ്. നിന്റെ റബ്ബിലേക്കാണ്. ഫമുലാഖി, ആ റബ്ബിനെ നിങ്ങൾ പെട്ടെന്ന് കണ്ടുമുട്ടുമെന്നാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നത്. കുറേ കാലമുണ്ടെന്ന് വിചാരിക്കുന്നവരെ, ആയത്തിൻ്റെ തഫ്സീറിൽ നമുക്ക് വായിക്കാൻ കിട്ടും, കുറേ കാലം ഇനിയും ജീവിക്കാനുണ്ടെന്ന് വിചാരിക്കുന്നവരെ, നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞുപോയ വർഷത്തെക്കുറിച്ച് ആലോചിക്കൂ എന്നാണ് പറയുന്നത്. 10-15 കൊല്ലം കഴിഞ്ഞില്ലേ? എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത്. ഇനി വരാനിരിക്കുന്ന ആയുസ് വളരെ പെട്ടെന്ന് തീരും. കുറേ കാലമുണ്ട് എനിക്ക് എന്നാരും വിചാരിക്കേണ്ട. ഈ കഴിഞ്ഞ വർഷം എത്ര ദൈർഘ്യം നമുക്ക് മനസ്സിൽ തോന്നുന്നുണ്ട്? ഉണ്ടോ? റമദാൻ തുടങ്ങി അവസാനിക്കാൻ പോവാണ്. എത്ര ഫാസ്റ്റസ്റ്റ് അല്ലേ, വേഗതയിലാണ് പോകുന്നത്. യതഖാറബുസ്സമാൻ, ലോകമെടുക്കുമ്പോൾ കാലം അടുത്തടുത്തായി വരും. സമയം പെട്ടെന്ന് പെട്ടെന്ന് തീരും. അത് ശരിക്കും നമ്മൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്നൊരു സമയത്താണ് നമ്മളുള്ളത്. ഇനിയും കുറേ കാലമുണ്ടെന്ന് വിചാരിക്കേണ്ട. ഫമുലാഖി, ഈ ഓടുന്നതിനിടയിൽ പെട്ടെന്ന് നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടും. അവിടെ ഫ എന്ന അക്ഷരം അർത്ഥമാക്കുന്നത് ഫാലി തഅഖീബ് അവി തർത്തീബ് എന്നാണ്. ഈ ഓട്ടത്തിനിടയിൽ പെട്ടെന്ന് പടച്ചവനെ കണ്ടുമുട്ടും. അങ്ങനെ തന്നെ എല്ലാവരും മരിച്ചത്. അങ്ങനെ തന്നെയാണ്. വീട്ടിൽ നിന്ന് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങാടിയിൽ പോയതാ, മനസ്സിലായില്ലേ? ജോലിക്ക് ഗൾഫിൽ പോയതാ. ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് ലീവ് എടുത്തിട്ട് നാട്ടിലേക്ക് അർജൻറ്റായിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് നാട്ടിലേക്ക് വന്നതാണ്. വെറുതെ പോയവരല്ല ആരും. നമ്മളെപ്പോലെ മനസ്സിലെന്തോ കരുതിയിട്ട് പോയതാ. ഈ നോമ്പിനൊരു ഉസ്താദ് മരിച്ചു. കിണറ്റിന് വീണ ആടിനെയോ കോഴിനെയോ എന്തിനോ എടുക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് കിണറ്റിലിറങ്ങിയതാ, മനസ്സിലായില്ലേ? പക്ഷേ താഴെ ആഴമുള്ള കിണറിൽ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ബോധം കെട്ട് വെള്ളത്തിലേക്ക് വീണു, മരിച്ചു. ഓരോ ലക്ഷ്യത്തിന് പോവാണ് എല്ലാവരും. എവിടെയാണോ നമ്മുടെ മരണം എഴുതി വെച്ചത് അവിടേക്ക് അല്ലാഹു നമുക്കൊരു ഹാജത്തുണ്ടാക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, എന്താ ചെയ്യേണ്ടത്? മടങ്ങണം. മരിക്കും മുമ്പ് അള്ളാഹുവിലേക്കൊരു മടക്കം. അള്ളാഹ് വിളിക്കുന്നുണ്ട്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പാപങ്ങൾ ധാരാളമായി ചെയ്തവർ, ഇസ്രാഫ്, അമിതത്വം, ധാരാളമായിട്ട് പാപങ്ങൾ ചെയ്തു കൂട്ടിയവരെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടണം. ശിർക്ക് ചെയ്ത ആളുകൾ അള്ളാഹ് വിളിക്കുക. എന്തിന്? തൗബ ചെയ്യാൻ. അള്ളാഹ്ക്ക് സന്താനങ്ങളുണ്ടെന്ന് പറഞ്ഞ ജൂത ക്രൈസ്തവരെ, മുശ്രിക്കുകളെ അവർ വിളിക്കുകയാണ്. അഫലാ യതൂബൂന ഇലല്ലാഹ്, അവർ അള്ളാഹുവിലേക്ക് മടങ്ങുന്നില്ലേ എന്ന് വിളിക്കുകയാണ്. ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ തുബ്ബ രാജാവ് ദൂനവാസ് വിശ്വാസികളെ മുഴുവൻ ഒരു തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇറക്കി നിർത്തി തീ കൊളുത്തിയിട്ട് കരിച്ചു കളഞ്ഞു. അല്ലാഹ് എന്താ പറഞ്ഞത്? ഇന്നല്ലദീന ഫത്തനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് സുമ്മ ലം യതൂബൂ. മുഅ്മിനുകളെ ജീവനോടെ കരിച്ചു കളഞ്ഞ
സത്യനിഷേധികൾ അവർ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങിയില്ലെങ്കിൽ സുമ്മലം യതൂബൂ ഫലഹും അദാബു ജഹന്നം വലഹും അദാബുൽ ഹരീഖ്. അവർക്ക് ആഴമേറിയ ഇരുൾ നിറഞ്ഞ നരകമുണ്ട്. വിശ്വാസികൾ അവർ കത്തിച്ച് കളഞ്ഞതിനേക്കാൾ കഠിനമായി നരകത്തിൻ്റെ തീയിലിട്ട് ഞാൻ അവരെ കത്തിച്ച് കളയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്തില്ലെങ്കിൽ ഈ കണ്ട മുഅ്മിനീങ്ങളെ മുഴുവൻ കത്തിച്ച് കൊന്ന ഈ ആളുകൾ തൗബ ചെയ്തില്ലെങ്കിൽ, അൽഹംദുലില്ലാഹ്, പടച്ചോൻ്റെ ഒരു മഗ്ഫിറത്ത്, പടച്ചോൻ്റെ ഒരു സ്നേഹം, പടച്ചോൻ്റെ ഒരു കാരുണ്യം നിങ്ങൾ ആലോചിച്ച് നോക്കി. അല്ലാഹ് തൗബക്ക് ക്ഷണിക്കുകയാണ്. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും. അല്ലാഹു നിങ്ങളുടെ തൗബ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹ് നിങ്ങളുടെ തൗബ സ്വീകരിക്കാൻ റെഡിയാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ശഹ്വാത്തിൻ്റെ പിന്നാലെ ചാഞ്ചാടി പോവാണ്. അല്ലാഹുവിലേക്ക് മടങ്ങാൻ റെഡിയാണോ? അല്ലാഹ് തയ്യാറാണ് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ. അത്താഇബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു. പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. സയ്യിആത്തുകളെ, പാപങ്ങളെ അല്ലാഹു ഹസനത്താക്കി മാറ്റും. മനസ്സിലായില്ലേ? ചെയ്ത തെറ്റുകളെ അല്ലാഹു ഹസനത്താക്കി മാറ്റും. എല്ലാം മായ്ച്ചു കളയും. പടച്ചവനിഷ്ടത്തോടെ നമ്മളെ സ്വീകരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടണ്ട. ഇന്നല്ലാഹ വാസിഉൽ മഗ്ഫിറ. അള്ളാഹു അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനാണ്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. അള്ളാഹു എല്ലാ പാപങ്ങളെയും പൊറുക്കുന്നവനാണ്. ശിർക്ക് ചെയ്താലും കുഫ്ർ ചെയ്താലും എത്ര വലിയ വൻപാപങ്ങൾ ചെയ്താലും ചെറുപാപങ്ങൾ ചെയ്താലും പടച്ച റബ്ബ് തൗബ ചെയ്താൽ പൊറുത്തു തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പാപം പൊറുക്കുന്ന കരുണാനിധിയാണ് പടച്ചോൻ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വഅനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ് സുമ്മ ലാ തുൻസറൂൻ. അല്ലാഹുവിൻ്റെ അദാബ് ഇറങ്ങുന്നതിന് മുമ്പ്, അള്ളാഹിൻ്റെ ശിക്ഷ ഇറങ്ങുന്നതിന് മുമ്പ് വേഗം അള്ളാഹുലേക്ക് മടങ്ങിക്കോളി. വഅനീബൂ ഇലാ റബ്ബിക്കും, അള്ളാഹുലേക്ക് മടങ്ങിക്കോളി. വഅസ്ലിമൂ ലഹു, അള്ളാഹുവിനെ പൂർണ്ണമായി കീഴൊതുങ്ങിക്കോളൂ. അല്ലേ? പാപങ്ങളുടെ ദുരന്തം എത്ര വലുതാണ് അല്ലേ? ഇന്നിപ്പോൾ പത്രം മീഡിയ നമ്മൾ തുറന്നു തന്നെ ഒരു ടീച്ചറുടെയും അല്ലേ അയാളുടെ സുഹൃത്തിൻ്റെയും ഒരു മരണ വാർത്ത കേട്ടിട്ടാണ്. ഏതൊരു ഹറാമും അവസാനം എത്തിപ്പെടുന്നത് ദുരന്തങ്ങളിലേക്കാണ്. അതുകൊണ്ട് ആ ദുരന്തം വരും മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? മടങ്ങണം. ഖബറിലൊരു മനുഷ്യൻ്റെ സ്വാസ്ഥ്യം കെടുത്തുന്നത് എന്താണ്? തെറ്റുകളാണ്. അവൻ മെലിഞ്ഞുപോയി, കറുത്തുപോയി, പൈസ ഇല്ലാത്തവനായി, വിദ്യാഭ്യാസം ഇല്ലാത്തവനായി. ഇതൊന്നുമല്ല, ഒരു മനുഷ്യൻ്റെ തെറ്റുകളാണ് ഖബറിൽ പ്രയാസമുണ്ടാക്കുന്നത്. അവൻ നമസ്കാരം ഉപേക്ഷിച്ചുവെങ്കിൽ അതാണ് അവൻ്റെ തല വലിയ പാറക്കല്ല് കൊണ്ട് എറിഞ്ഞുടക്കപ്പെടാൻ കാരണമാകുന്നത്. ഒരാൾ കളവ് പറഞ്ഞെങ്കിൽ അതാണ് അവൻ്റെ മുഖം വലിച്ചു കീറപ്പെടാൻ കാരണമാകുന്നത്. ഒരാൾ പലിശയുമായി ബന്ധപ്പെട്ടുവെങ്കിൽ അത് കാരണത്താലാണ് ഖബറിൽ അയാൾ രക്തത്തിൻ്റെ പുഴയിൽ നീന്തിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ വ്യഭിചരിച്ചുവെങ്കിൽ അത് കാരണത്താലാണ് അടിഭാഗം വിശാലവും മുകൾ ഭാഗം കുടുങ്ങിയതുമായ തീ നിറച്ച ചെമ്പിനകത്ത് സ്ത്രീ പുരുഷന്മാർ പ്രവേശിപ്പിക്കപ്പെടുന്നത്. എല്ലാം പാപങ്ങൾ കാരണത്താലാണ്. 2 ഖബറിൻ്റെ സമീപത്ത് കൂടെ റസൂൽ നടന്നു പോകുമ്പോൾ പറഞ്ഞില്ലേ, ഇന്നഹുമാ യുഅദ്ദബാൻ വമാ യുഅദ്ദബാനി ഫീ കബീർ. ഈ 2 ഖബറാളികളും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ തെറ്റുകൾ ചെയ്തതിൻ്റെ പേരിലല്ല. ഒരാൾ നമീമത്തുമായി നടക്കുന്നവനായിരുന്നു. 2 പേരെ തമ്മിൽ തെറ്റിക്കാൻ പ്രവർത്തിക്കുന്നവനായിരുന്നു. മറ്റൊരുത്തൻ മൂത്രമൊഴിക്കുമ്പോൾ മറ സ്വീകരിക്കാത്ത, മൂത്രമൊഴിക്കുമ്പോൾ വൃത്തി പാലിക്കാത്ത ആളായിരുന്നു. ഖബറിൽ ശിക്ഷയാണ്. എന്തേ കാരണം? ഭൗതികമായ ആസ്തി കുറഞ്ഞുകൊണ്ടാണോ? ആണോ? വിദ്യാഭ്യാസം കുറഞ്ഞുകൊണ്ടാണോ? സൗന്ദര്യം കുറഞ്ഞുകൊണ്ടാണോ? അല്ല. ഒരാൾ ചെയ്ത പാപങ്ങളാണ് ഒരാളുടെ ദുനിയാവിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഖബറിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, പരലോകം പ്രയാസകരമാക്കുന്നത്, അവസാനം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ കാരണമാകുന്നത് ഒരാളുടെ പാപങ്ങളാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, തൗബ ചെയ്യണം. എപ്പോൾ? വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന സയ്യിആത്ത് ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത് ഖാല ഇന്നി തുബ്തുൽ ആൻ. ഒരാൾ ഇതേ ഇഷ്ടം തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുക,
പെട്ടെന്ന് അവൻ മരണത്തെ മുഖാമുഖം കാണുന്ന സന്ദർഭത്തിൽ അവൻ പറയുകയാണ്, ഇന്നി തുബ്തുൽ ആൻ, ഞാനിതാ ഇപ്പോൾ തൗബ ചെയ്തിരിക്കുന്നു. ആ തൗബ അല്ലാഹ്ക്ക് വേണ്ട, ആ തൗബ അല്ലാഹ്ക്ക് വേണ്ട. ആത്മാവ് തൊണ്ടക്കുഴിയിൽ കറകറ ശബ്ദമുണ്ടാക്കുമ്പോൾ وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب وتولى. കണങ്കാൽ കൂട്ടിയടിക്കപ്പെടുന്ന സമയം, ആരാ മന്ത്രിക്കാനുള്ളത് എന്ന് ചോദിക്കുന്ന സമയം, വظن أنه الفراق, ഈ ദുനിയാവ് വിട്ടു പോവുകയാണ് എന്ന് ഒരു മനുഷ്യൻ തീർപ്പാക്കുന്ന സമയം, ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുന്ന സമയം, കല്ലാ ഇദാ ബലഗതി തറാഖി, തൊണ്ടയിലെത്തുന്ന സമയം. അപ്പോൾ തൗബ കാര്യമില്ല. തൗബയുടെ നിബന്ധനയിൽ ഒരു നിബന്ധനയാണ് മരണത്തിന് മുമ്പ്, ആത്മാവ് തൊണ്ടയിലെത്തും മുമ്പ് തൗബ ചെയ്യണം. എപ്പോഴാണ് സുഹൃത്തുക്കളെ തൗബ ചെയ്യുക? എപ്പോഴാണ് മരിക്കുക? പറയാൻ പറ്റുമോ? ഇല്ല, പെട്ടെന്നാണ് മരിക്കുക. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ മരിക്കുള്ളൂ, മരിക്കുന്നതിന് മുമ്പ് ചെയ്യാം എന്ന് വിചാരിക്കാൻ നമുക്ക് നിർവാഹമില്ല. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദാത്ത്, യാനി അൽ മൗത്ത്, എപ്പോഴും മരണം സംഭവിക്കാം. അതുകൊണ്ട് നിങ്ങൾ ധാരാളമായി മരണത്തെ ഓർത്തുകൊള്ളണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തൗബ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. മറന്നുപോകരുത്. വേറെ എന്തെങ്കിലും കാരണങ്ങൾ നിരത്തരുത്. ന്യായങ്ങളും ന്യായീകരണങ്ങളും മുന്നിൽ നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആയുസ് തീരും മുമ്പ് അള്ളാഹുവിലേക്ക് മടങ്ങണം. എത്ര റമദാനുകൾ കടന്നുപോയി. ഈ റമദാനിലൊക്കെ ജീവിച്ച് മരിച്ചുപോയ എത്ര ആൾക്കാർ ഖബറിൽ കിടന്ന് കരയേണ്ട അറിയങ്ങൾ, അവർ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ഫലമായി. എത്ര അവസരങ്ങളാണ് മനുഷ്യന്മാർക്ക് പടച്ച റബ്ബ് മാറാൻ വേണ്ടി നൽകിയത്. ഓരോ അവസരങ്ങൾ കിട്ടിയിട്ടും മാറാതെ കാത്തിരുന്ന ആളുകൾ. അബൂ ലഹബ് ജീവിച്ചിരിക്കുകയാണ് സൂറത്ത് മസദ് ഇറങ്ങുന്നത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. തോന്നിയില്ല മാറാൻ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്രായവും ബാല്യവും കൗമാരവും യൗവനവും പ്രവാചകത്വത്തിന് മുമ്പും ശേഷവുമുള്ള എല്ലാം അറിയാം. ഒരു മതിലിനപ്പുറത്ത് താമസിക്കുന്ന സ്വന്തം രക്തബന്ധുവാണ് അബൂ ലഹബ്. മാറിയില്ല. പ്രവാചകൻ്റെ വാക്കുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നറിയിപ്പുകളും പച്ചയായി തൻ്റെ മുന്നിൽ പുലർന്നു കണ്ടിട്ടും മാറിയില്ല. പ്രവാചകൻ്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയ അബൂ ലഹബിൻ്റെ മകനെതിരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ സല്ലിത്ഹു കൽബം മിൻ കിലാബിക്, അല്ലാഹുവേ നിന്റെ വന്യമൃഗത്തെ കൊണ്ട് അവനെ നീ പിടികൂടണേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചതിന് ശേഷം അബൂ ലഹബ് ഈ മകൻ്റെ വിഷയത്തിൽ ജാഗ്രത കാണിച്ചിരുന്നു. എവിടത്തേക്കും വിട്ടിരുന്നില്ല. പക്ഷേ ഒരു യാത്രാ സംഘത്തിൻ്റെ കൂടെ ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്ത് ഈ മകനെ പറഞ്ഞയച്ചു. യാത്രാമധ്യേ അവർ വിശ്രമിക്കാൻ ഒരു സ്ഥലത്തിറങ്ങി. ആ മകനെ നടുവിലിരുത്തി. ചുറ്റും പട്ടാളമിരുന്നു, ചുറ്റും യാത്രാസംഘങ്ങളിരുന്നു. അതേ ചുറ്റും ഒട്ടകത്തെ വളച്ചു നിർത്തി, പ്രൊട്ടക്ഷനെല്ലാം ഉറപ്പാക്കി. പക്ഷേ കാടിറങ്ങി ഗർജിച്ചു വന്ന സിംഹം മറ്റെല്ലാവരെയും ആട്ടിയോടിച്ച് ഇയാളെ കടിച്ചു കൊണ്ടുപോയി. ഇതിന് സാക്ഷിയാണ് അബൂ ലഹബ്. മാറിയില്ല. അവസരങ്ങളെമ്പാടും വന്നെത്തിയിട്ടും മാറിയില്ല. അവസാനം ബദറിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങി തിരിച്ചു വന്ന തൻ്റെ സ്വന്തം അനുയായികളുടെ കൈകൾ കൊണ്ട് അടിവാങ്ങി രോഗിയായി ആരും പരിചരിക്കാതെ ടെൻറ്റിൽ രക്തം വാർന്നൊഴുകി വേദന സഹിച്ച് ആരും തിരിഞ്ഞു നോക്കാതെ ഒരു ജന്തുവിനേക്കാൾ മോശമായ നിലക്ക് മരിക്കേണ്ടി വന്നു അയാൾക്ക്. അവസരങ്ങൾ, നൂറുകണക്കിന് അവസരങ്ങൾ വന്നിട്ടും മാറാൻ മടിക്കുന്നവർക്ക് എന്തായിരിക്കും പര്യാവസാനം എന്ന് പറയാൻ കഴിയില്ല. മനുഷ്യൻ പടച്ചോനോട് പറയും, പടച്ചോനെ അപ്പോൾ സ്വർണ്ണ പരലോകം കണ്ടു, വസമിഅന കേട്ടു, ഫർജിഅന നഅമൽ സാലിഹാ, പുണ്യങ്ങൾ ചെയ്യാനൊന്ന് മടക്കി തരുമോ? അല്ല പറയുന്ന വാക്കെന്താ അറിയോ? ഫദൂഖൂ ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ ഇന്നാ നസീനാകും വദൂഖൂ അദാബൽ ഖുൽദി ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ ദുനിയാവിൽ ജീവിച്ചപ്പോൾ മറന്നില്ലേ? എന്നെ കണ്ടുമുട്ടണമെന്ന കാര്യം നിങ്ങൾ മറന്നില്ലേ? അതുകൊണ്ട് ഇന്ന് നിങ്ങളെ ഞാൻ ശിക്ഷയിലേക്ക്, തെറ്റിലേക്ക്, നിങ്ങളെ നരകത്തിലേക്ക് ഞാൻ ഉപേക്ഷിക്കുകയാണ് എന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറയും. അതുകൊണ്ട് മരിക്കും മുമ്പ് നമുക്ക് ചെയ്യാനുള്ളത് അള്ളാഹുവിലേക്കുള്ളൊരു മടക്കമാണ്. യാത്ര ഭയങ്കര സുഖകരമായിരിക്കാം.
ചുറ്റുപാട് നല്ല സൗന്ദര്യമുണ്ടായിരിക്കാം, വഴി നല്ല സ്മൂത്തായിരിക്കാം, റോഡ് ഒരുപക്ഷെ കാലിയായിരിക്കാം, യാത്രക്ക് നല്ല ഭംഗിയും മനോഹാരിതയും ഉണ്ടായിരിക്കാം. പക്ഷേ പോകേണ്ട ലക്ഷ്യത്തിലേക്കല്ല ഈ സുഖകരമായ യാത്ര എങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ അടുത്ത ജംഗ്ഷനിൽ യൂട്ടേൺ അടിക്കലാണ്. ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ദുർഘടമാണെങ്കിലും ലക്ഷ്യത്തിലാണ് കുതിക്കുന്നത്. ലക്ഷ്യത്തിലേക്കല്ലാതെയുള്ള അബദ്ധസഞ്ചാരങ്ങൾ എത്തിപ്പെടുന്നത് അവസാനം നാശത്തിൻ്റെ ഗർത്തങ്ങളിലേക്കാണ്. അതുകൊണ്ട് വഴിതെറ്റി സഞ്ചരിക്കുന്നു എന്ന് തോന്നുന്ന മുഴുവൻ ആളുകളും ചെയ്യേണ്ടത് അള്ളാഹുലേക്ക് മടങ്ങലാണ്. ദാലിക്കൽ യൗമുൽ ഹഖ് ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബാ. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലണമെന്നത് സത്യമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നവർ റബ്ബിലേക്ക് മടങ്ങിക്കൊള്ളട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഒരു തവണയല്ല, നമ്മൾ ഖുർആൻ ഫുള്ള് ഓതി തീർക്കുന്ന സമയമല്ലേ? റമദാനിൽ നമ്മളൊക്കെ ഖുർആൻ ഓതി തീർക്കുന്ന സമയമാണ്. എത്ര സ്ഥലത്താണ് പടച്ച റബ്ബ് മടങ്ങാൻ നമ്മൾ വിളിക്കുന്നത്? ഒരു സ്ഥലത്തൊന്നുമല്ല, ഇഷ്ടം പോലെ സ്ഥലത്ത്. അതുകൊണ്ട് മരിക്കും മുമ്പ് നമുക്ക് ചെയ്യാനുള്ളത് സഹോദരന്മാരെ, തെറ്റുകൾ അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ് മടങ്ങലാണ്. റമദാൻ കടന്നു പോയിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്ത വ്യക്തിക്ക് നാശമുണ്ടാകട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലേ, എന്തിനാ മിമ്പർ കയറിയപ്പോൾ ആമീൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞതാ, ജിബ്രീൽ പ്രാർത്ഥിച്ചു, റമദാൻ കിട്ടിയിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവന് നാശമുണ്ടാകട്ടെ. ഞാൻ ആമീൻ പറഞ്ഞു. എത്രയെത്ര റമദാൻ കടന്നുപോയി. ഈ റമദാൻ നമുക്ക് മാറ്റത്തിനുള്ള ഒരു നിമിത്തമാകണം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളും ഹറാമിൽ നിന്ന് മുക്തമാക്കണം. ഏതെങ്കിലും ഒരു ഏരിയ അല്ല, എല്ലാ ഏരിയയും, കണ്ണും കാതും മനസ്സും വേഷവും സംസാരവും ഇടപെടലും ബന്ധങ്ങളും നമ്മുടെ എല്ലാം നമ്മുടെ രസത്തിന് വേണ്ടി ചെയ്യുന്ന, സുഖത്തിന് വേണ്ടി ചെയ്യുന്ന, ആനന്ദത്തിന് വേണ്ടി ചെയ്യുന്ന, ഫ്രീ ടൈമിൽ ചെയ്യുന്ന എവ്രിതിങ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട, അള്ളാഹ് അനുവദിച്ച കാര്യങ്ങൾ മാത്രമാക്കാനുള്ള ശ്രദ്ധ വേണം. എന്ത് സംഭവിച്ചോ അത് തെറ്റാണെന്ന് സമ്മതിച്ച് ഖേദിച്ച് അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് ഇനി ഒരിക്കലും മടങ്ങില്ല പടച്ചോനെ എന്ന് തീർപ്പാക്കാൻ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? തെറ്റിൽ നിന്ന് മുക്തമായി കഴിഞ്ഞാൽ പിന്നെ വിശ്വാസം ശരിപ്പെടുത്തുക എന്നതാണ്. വിശ്വാസം ശരിപ്പെടുത്തുക എന്നുള്ളതാണ്. ഖുർആൻ പറയാണ്, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉ സ്വലാത വത്തബഉ ശഹവാത് ഫസൗഫ യൽഖൗന ഗയ്യ ഇല്ലാ മൻ താബ വആമന വഅമില സാലിഹാ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന വലാ യുദ്ലമൂന ശൈആ. പ്രവാചകന്മാരുടെ ചരിത്രം പറയാ സൂറത്ത് മറിയം. പടച്ചറബിന് കീഴൊതുങ്ങി ദിക്റിലും ദുആയിലും നമസ്കാരത്തിലും കഴിച്ചുകൂട്ടി സുജൂദിൽ കിടന്ന് കരഞ്ഞ പ്രവാചകന്മാർ, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അവർക്ക് ശേഷം പിന്മുറക്കാർ വന്നു. എന്താ അവിടെ പ്രത്യേകത? അദാഉ സ്വലാ, അവർ നമസ്കാരം ഉപേക്ഷിച്ചു. വത്തബഉ ശഹവാത്, അവർ അവരുടെ മനസ്സിൻ്റെ ഇഷ്ടങ്ങളുടെ പിന്നാലെ പോയി. ഇഷ്ടങ്ങളുടെ പിന്നാലെ പോയി. എനിക്കിത് ഇഷ്ടമാണ്, എനിക്കിത് കാണാൻ ഇഷ്ടമാണ്, പറയാൻ ഇഷ്ടമാണ്, ചെയ്യാൻ ഇഷ്ടമാണ്, ഈ ബന്ധം എനിക്കിഷ്ടമാണ്. മതം എതിർത്താലും ശരി, അള്ളാഹ്ക്ക് വെറുപ്പാണെങ്കിലും ശരി, എനിക്കിഷ്ടമാണ്. വത്തബഉ ശഹവാത്, സ്വന്തം ഇച്ഛയെ അവർ പിൻപറ്റി. ഫസൗഫ യൽഖൗന ഗയ്യ, അവർ നരകത്തിൻ്റെ താഴ്വാരങ്ങളിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയാണ്, എന്തറിയോ? ഇല്ലാ മൻ താബ, തൗബ ചെയ്ത് മടങ്ങിയവനൊഴികെ, വആമന, ഈമാൻ അതിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിച്ചവൻ, വഅമില സാലിഹാ, ഈമാൻ ശരിപ്പെടുത്തി സുകൃതങ്ങൾ പ്രവർത്തിച്ചവൻ, ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, നരകത്തിലെറിയപ്പെട്ട വ്യക്തി ആരാണോ അവനെ അള്ളാഹ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നു. മനസ്സിലായോ? നമസ്കാരം ഉപേക്ഷിച്ച് സ്വന്തം മനസ്സിൻ്റെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോയവൻ തൗബ ചെയ്ത് പടച്ചറബിലേക്ക് മടങ്ങി വന്ന് വിശ്വാസം ശരിപ്പെടുത്തി കർമ്മങ്ങൾ ഒരുക്കിയാൽ അവനെ സ്വർഗത്തിൽ അള്ളാഹ് പ്രവേശിപ്പിക്കും. വലാ യുദ്ലമൂന ശൈആ, ഒരു തരത്തിലും അവനോട് നാം പിന്നീട് അതിക്രമം കാണിക്കുകയേയില്ല. മനസ്സിലായില്ലേ? മുന്നേ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ എന്തെങ്കിലും പേരിൽ കുത്തി നോക്കുക. മനുഷ്യന്മാരങ്ങനെയല്ലേ അല്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഖേദിച്ച് മടങ്ങിയിട്ടുണ്ടാവും. എന്നാലും പറയും, അന്ന് ജങ്ങനെ പറഞ്ഞവനല്ലേ, അന്ന് ഇങ്ങനെ ചെയ്തവനല്ലേ, പടച്ചവൻ അങ്ങനെ ചെയ്യില്ല. പടച്ചറബ് സുബ്ഹാനഹു വ തആല മായ്ച്ചു തരും, മറച്ചു വെക്കും, അഭിമാനത്തെ കാക്കും, സമ്പത്തിനെ കാക്കും, തിന്മയുടെ ഭവിഷ്യത്തുകൾ, എല്ലാ ഷർറും, നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ കാരണമായി ഉണ്ടാകുന്ന എല്ലാ ഷർറുകളെയും പടച്ചറബ് സുബ്ഹാനഹു വ തആല തടഞ്ഞു വെക്കും. അതുകൊണ്ട് എത്ര തെറ്റ് ചെയ്താലും തൗബ ചെയ്യുക, എന്നിട്ട് ഈമാൻ ശരിയാക്കുക എന്നുള്ളതാണ് ഈമാൻ. വമാ നുർസിലുൽ മുർസലീന
ഇല്ലാ മുബശ്ശിരീന വമുൻസിരീൻ ഫമൻ ആമന വഅസ്ലഹ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പ്രവാചകന്മാരെ നാം അയച്ചിട്ടില്ല. ഇല്ല മുബശ്ശിരീൻ, സന്തോഷവാർത്ത അറിയിക്കുന്നവരായിട്ട്, വമുൻദിരീൻ, താക്കീത് കൊടുക്കുന്നവരായിട്ടും. താക്കീത് കൊടുക്കാനും സന്തോഷവാർത്ത അറിയിക്കാനും. നരകത്തെക്കുറിച്ച് താക്കീത്, സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത. തെറ്റുകൾ ചെയ്താൽ അവർക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന മുന്നറിയിപ്പും, സുഹൃതങ്ങൾ ചെയ്താൽ സുഖകരമായ സ്വർഗമുണ്ടെന്ന ആ സുവിശേഷവും അറിയിക്കാനാണ് പ്രവാചകന്മാരെ നാം പറഞ്ഞയച്ചത്. ഫമൻ ആമന, അതുകൊണ്ട് ആരെങ്കിലും വിശ്വസിച്ചാൽ, വഅസ്ലഹ, നിലപാട് നന്നാക്കിയാൽ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പിന്നെ ദുഃഖിക്കണ്ട, അവർക്ക് പിന്നെ വിഷമിക്കണ്ട. ദുഃഖവും പേടിയാണ് ഒരു മനുഷ്യൻ്റെ സമാധാനം കെടുത്തുന്നത്. ദുഃഖം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ഓർത്തുണ്ടാവണം. പേടി എന്ന് പറഞ്ഞാൽ ഭാവിയെക്കുറിച്ച് ഓർത്തുണ്ടാവണം. എന്താ ഇന്ത്യയുടെ ഭാവി, ഇവിടുത്തെ മുസ്ലിമീങ്ങളുടെ, ഇവിടുത്തെ ന്യൂനപക്ഷത്തിൻ്റെ ഭാവി എന്താണ്? ആശങ്കയില്ലേ? എന്താ ഇവിടുത്തെ സാമ്പത്തിക രംഗത്തിൻ്റെ ഭാവി, ഇവിടുത്തെ പുതുതലമുറയുടെ ഭാവി അല്ലേ? എന്താണ്? ഇതൊരു നോൺ മുസ്ലിമായൊരു മനുഷ്യൻ പറയാണ്, ലിവിങ് ടുഗദറും മറ്റു സ്വാതന്ത്ര്യവും മറ്റൊക്കെ പറഞ്ഞിട്ട് ആളുകൾ തോന്നിയ കോലത്തിൽ ജീവിക്കുമ്പോണ്ടാവുന്ന ഭവിഷ്യത്തുകളാണ് ഇത്തരം ജീവനുകൾ ഹനിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മുസ്ലിമല്ല. കാര്യത്തെ നേർക്കുനേരെ നോക്കിക്കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ആശങ്കയാണ്. മതം പോലും നോക്കാതെയുള്ള പ്രണയബന്ധങ്ങളാണ്. മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോവുകയാണ് കണ്ടവൻ്റെ കൂടെ. ആശങ്കയില്ലേ? ആശങ്കയാണ്. വിശ്വസിച്ച് സുഹൃതങ്ങൾ പ്രവർത്തിച്ച് പടച്ച റബ്ബിൻ്റെ ദീനിൻ്റെ വഴിയിൽ ഇറങ്ങിപ്പുറപ്പെട്ടാൽ നിനക്ക് ഭയപ്പെടണ്ട, നിനക്ക് ദുഃഖിക്കണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓഫറാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിശ്വാസത്തിലേക്ക് നമ്മൾ വരിക. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവാണ്. മനസ്സിലായില്ലേ? അള്ളാഹു ഗഫൂറാണ്, അതെന്താ? അറിവാണ് അല്ലേ? അള്ളാഹ് തവ്വാബാണ്, അറിവാണ്. അള്ളാഹ് എല്ലാറ്റിനും കഴിവുള്ളവനാണ്, അറിവാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അർശിനുപരിയിലാണ്, അറിവാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ അറിവാണ്. ആ അറിവ് നമ്മുടെ മനസ്സിൽ രൂഢമൂലമാക്കലാണ് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ അറിവ് നേടണം, ഈമാനിനെ ശുദ്ധമാക്കണം. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അങ്ങകലെ ഷാമിൽ അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരു ഹദീസ് ഉണ്ടെന്ന് കേട്ട് അദ്ദേഹം പുറപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഒരു ഹദീസ് താങ്കളുടെ അടുക്കലുണ്ടെന്ന് കേട്ടപ്പോൾ ഫസ്തറൈതു ബഈറൻ, ഞാനൊരു വാഹനം വാങ്ങിച്ചു, എന്നിട്ട് ഞാൻ പുറപ്പെട്ടു. 1 മാസം സമയമെടുത്തു ഇവിടെ എത്താൻ. ഒരു ഹദീസിന് വേണ്ടി വാഹനം വാങ്ങി 1 മാസം യാത്ര ചെയ്ത് അവിടെ എത്തി. എന്നിട്ട് അദ്ദേഹത്തോട് ഹദീസ് ചോദിച്ചു പഠിച്ചു. ഇത്രയൊക്കെ റിസ്ക് എടുക്കണോ? ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്താ അറിയുങ്ങൾ? ഫഖശീതു അൻ അമൂത ഖബ്ല അൻ അസ്മഅഹു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് താങ്കളുടെ അടുക്കലുണ്ടെന്ന് കേട്ടിട്ട് അത് പഠിക്കും മുമ്പ് ഞാൻ മരിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. ഈ ഷോക്കേസിൽ കിടക്കുന്ന ഖുർആൻ 6000 ചില്ലാനം വചനങ്ങൾ. നമുക്കാർക്കെങ്കിലും പേടിയുണ്ടോ അതിൻ്റെ വചനങ്ങളുടെ ആശയങ്ങൾ അറിയും മുമ്പ് ഞാൻ മരിച്ചു പോകുമെന്ന്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിരക്കണക്കിന് ഹദീസുകൾ. നമുക്കാർക്കെങ്കിലും പേടിയുണ്ടോ? അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ശരിക്കും നിസ്കരിച്ചത്, എങ്ങനെയാണ് ശരിക്കും വുളു എടുത്തത്, എങ്ങനെയാണ് പ്രവാചകൻ ശരിക്കും ഉംറയും ഹജ്ജും നിർവഹിച്ചത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ശരിക്കും മയ്യത്തിനെ പരിപാലിച്ചത്, ഇത് പഠിക്കും മുമ്പ് ഞാൻ മരിച്ചു പോകുമോ എന്ന് എനിക്ക് പേടിയുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖശീതു അൻ അമൂത ഖബ്ല അൻ അസ്മഅഹു. ആ ഹദീസ് പഠിക്കും മുമ്പ് മരിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പഠിക്കണം. മരിക്കും മുമ്പ് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പഠിക്കണം. എന്നിട്ട് വിശ്വാസം രൂഢമൂലമാക്കണം. ആ വിശ്വാസത്തിലായിരിക്കണം നമ്മൾ മരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതി. വിശ്വാസികൾ, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. എങ്ങനെ സൂക്ഷിക്കണം? സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. വല തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. മുർത്തദ്ദായിട്ട് മരിക്കരുത്, കാഫിറായിട്ട് മരിക്കരുത്, മുനാഫിഖായിട്ട് മരിക്കരുത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നിന്ന് തെറ്റിപ്പോകരുത്. വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീ വയഅഖൂബ്. യാക്കൂബ് നബിയും ഇബ്രാഹിം നബിയും തൻ്റെ മക്കൾക്ക് വസിയത്ത് കൊടുക്കുകയാണ്. യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പൊന്നുമക്കളെ, അല്ലാഹു
ഈ ദീനുൽ ഇസ്ലാമിനെ നമുക്ക് തൃപ്തിപ്പെട്ട് തിരഞ്ഞെടുത്ത് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ വിധികൾ നിങ്ങൾ പാലിക്കണം, അതിൻ്റെ കൽപ്പനകൾ നിങ്ങൾ നിറവേറ്റണം, അതിലെ സ്വഭാവങ്ങൾ നിങ്ങൾ കൊണ്ടുവരണം, അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം മരണം വരെ. നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതിലായിരിക്കും നിങ്ങളുടെ മരണം. നിങ്ങൾ എങ്ങനെയാണോ മരിക്കുന്നത് അതിലായിരിക്കും നിങ്ങളുടെ ഉയിർത്തെഴുന്നേൽപ്പ്. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് കേട്ടോ. ബാപ്പ മരിക്കാൻ കിടക്കുമ്പോൾ മക്കളെ വിളിച്ചിട്ട് പറയാ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. അതുകൊണ്ട് യഥാർത്ഥ ദീനിൻ്റെ വിശ്വാസവും തൗഹീദും അതൊക്കെ മനസ്സിലാക്കി ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചില്ലേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് നിന്നിൽ ശിർക്ക് വെക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന ശിർക്കിൽ നിന്ന് ഞാൻ നിന്നോട് പാപമോചനം തേടുകയും ചെയ്യുന്നു. അതുകൊണ്ട് മരണത്തിന് മുമ്പ് നമുക്ക് ചെയ്യാനുള്ളത് തെറ്റുകൾ ഉപേക്ഷിച്ച് വിശ്വാസം ദൃഢീകരിക്കുക എന്നുള്ള. വിശ്വാസം ഉറച്ചോ ഒന്നും പേടിക്കാനില്ല. ഉഹദ് കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ്. ഒരുപാട് വെട്ടും കുത്തുകളും ഏറ്റുകൊണ്ടാണ് സ്വഹാബത്ത് തിരിച്ചു പോരുന്നത്. ഒരാൾ ഓടി വന്നിട്ട് പറയാണ്, ഇന്നന്നാസ ഖദ് ജമഊ ലക്കും, ശത്രുക്കൾ പോയിട്ടില്ല, അവർ വീണ്ടും വരുന്നുണ്ട്. ഫഖ്ശഊഹും, നിങ്ങൾ പേടിച്ചോളി. ശത്രുക്കൾ ഇഞ്ഞും വരുന്നുണ്ട്, നിങ്ങൾ പേടിച്ചോളി. ഫസാദഹും ഈമാനാ, ഇത് കേട്ടപ്പോൾ വിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിച്ചു. ഖാലൂ ഹസ്ബുനല്ലാഹ്, അവർ ഉറക്കെ പ്രഖ്യാപിച്ചു, ഞങ്ങൾക്ക് ഞങ്ങളുടെ പടച്ച റബ്ബ് മതി. ശത്രുക്കൾ ഇഞ്ഞ് തിരിച്ചു വന്നാലും കുഴപ്പമില്ല, നമുക്ക് പേടിയല്ലേ അല്ലേ? ഉപജീവനം ഓർത്ത് പേടി, മക്കളെ ഓർത്ത് പേടി, രാജ്യത്തെ ഓർത്ത് പേടി, നിയമങ്ങളെ ഓർത്ത് പേടി, നമ്മുടെ ഭാവി എന്താകുമെന്ന പേടി. പേടിച്ചില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ജയിലിലേക്ക് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ആളുകൾ വിചാരിച്ചത് അദ്ദേഹം ആർത്ത് കരയുമെന്നാണ്. അദ്ദേഹം കരഞ്ഞില്ല. ജയിലിലടച്ചാൽ എല്ലാതും തീരുമെന്ന് വിചാരിച്ചവിടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചിട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞു, മക്കളെ, എൻ്റെ സ്വർഗം എൻ്റെ ഹൃദയത്തിനകത്താണ്, നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല, അത് കെടുത്തിക്കളയാൻ നിങ്ങൾക്കാവില്ല. എൻ്റെ സ്വർഗം എൻ്റെ ഹൃദയത്തിനകത്താണ്, അത് അല്ലാഹയിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജയിലിലടക്കാം, എന്നെ നാട് കിടത്താം, വേണമെങ്കിൽ കൊന്നുകളയാം, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ആർജവത്തോടെ പറയാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ഈമാൻ ശക്തമായതുകൊണ്ടാണ്. മുഖ്യഭാഗത്ത് കുന്തം അമർത്തിപ്പിടിച്ച് ലാത്തയാണ് ദൈവമെന്ന് പറഞ്ഞാൽ, ജീവൻ തരാമെന്ന് പറഞ്ഞപ്പോൾ പിടക്കുന്ന നാവുകൾ കൊണ്ട് സുമയ്യ റളിയല്ലാഹു അൻഹ അല്ലാഹു അഹദ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിച്ചുവെങ്കിൽ ആ ധൈര്യമുണ്ടായത് വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ്. വിശ്വാസിയെ പേടിപ്പെടുത്താൻ ആർക്കാ കഴിയുക? ഉലൈക ലഹുമുൽ അംൻ, അവർക്കാകുന്നു നിർഭയത്വം. ഒരു വിശ്വാസി, ശിർക്കില്ലാത്ത വിശ്വാസം കൈമുതലാക്കുന്നവനെ ഒന്നിലും നിരാശപ്പെട്ടു പോകില്ല. എന്തുണ്ടായാലും അൽഹംദുലില്ലാഹ്, ദുഃഖമുണ്ടായാലും അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ, സന്തോഷമുണ്ടായാലും അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത്. അതുകൊണ്ട് വിശ്വാസം ശരിപ്പെടുത്തണം മരിക്കും മുമ്പ്. മൂന്നാമത്തത് ആരാധനയിൽ മുഴുകുക എന്നതാണ്. ആരാധനയിൽ മുഴുകുക എന്നുള്ളതാണ്. അഅമാലുനാ ഫിദ് ദുനിയ വറാഹതുനാ ഫിൽ ജന്ന. പണിയെടുക്കാനുള്ള ലോകമാണ് ദുനിയാവ്, വിശ്രമിക്കാൻ അള്ള ഒരുക്കി വെച്ചതാണ് സ്വർഗം. പണിയെടുക്കണ്ട, ചാരുമഞ്ചങ്ങളിൽ ചാരിയിരുന്ന് ഇണകളോടൊപ്പം മക്കളോടൊപ്പം കുശലം പറഞ്ഞ് യഥേഷ്ടം തിന്നും കുടിച്ചും ആസ്വദിച്ചും സുഖിച്ചും രസിച്ചും രമിച്ചും ജീവിക്കാനുള്ളതാണ് സ്വർഗ്ഗലോകം. വലക്കും ഫീഹാ മാ തസ്തഹീ അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ഊൻ. മനസ്സാഗ്രഹിക്കുന്നതും നിങ്ങൾ ചോദിക്കുന്നതും എല്ലാം ലഭ്യമാകുന്നൊരു സ്വർഗം സുഖവാസത്തിനുള്ളതാണ്. ഇത് സുഖവാസത്തിനുള്ളതല്ല, കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും. ഹുജിബത്തിൽ ജന്നത്ത് ബിൽ മകാരിഹ്, സ്വർഗം വലയം ചെയ്യപ്പെട്ടത് ത്യാഗം കൊണ്ടാണ്. കുറച്ച് ഉറക്കമൊഴിക്കാൻ, കുറച്ച് കണ്ണീരൊഴിക്കാൻ, കുറച്ച് വിയർക്കാൻ, കുറച്ച് സമ്പത്ത് ചിലവഴിക്കാൻ, കുറച്ച് ക്ഷീണിക്കാൻ, അല്ലേ, കുറച്ച് ടെൻഷനുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. വലനബലുവന്നക്കും, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഫബശ്ശിരി സാബിരീൻ, അങ്ങനെ പരീക്ഷിക്കുമ്പോൾ നിനക്ക് ക്ഷമിക്കാൻ പറ്റണം. ദുനിയാവ് അങ്ങനെയാണ്. പടച്ചവൻ നമ്മളിങ്ങനെ റെഡിയാക്കി കൊണ്ടുവരികയാണ്. ഇരുമ്പിടലുകൾ നല്ല തീക്കത്ത് വെച്ചിട്ട് നല്ലോണം കത്തിച്ചിട്ട് ചുവന്ന കളറായിട്ട് നല്ല ഹാമർ എടുത്ത് അടിച്ചടിച്ചടിച്ച് പരത്തിയിട്ടാണ് ഏറ്റവും ഷാർപ്നെസ് ഉള്ള കത്തിയും കോടാലിയൊക്കെ ഇത് ഉണ്ടാക്കുന്നത്.
അല്ലേ? പുഴയിൽ കണ്ടല്ലോ നിങ്ങൾ നല്ല പുഴക്കല്ല് അല്ലേ? പൈസ കൊടുത്ത് വാങ്ങിയിട്ട് വീട്ടുമുറ്റത്ത് ഗാർഡനിലൊക്കെ അതിങ്ങനെ വിതറിയിടൂലേ നമ്മൾ? ഈ പുഴക്കല്ല് കൂർത്ത കല്ലുകളായിട്ട് അങ്ങ് അവിടെ നിന്ന് അല്ലേ, എവിടെ നിന്ന്, വയനാട്ടിൽ നിന്നോ നിലമ്പൂരിൽ നിന്നോ ഉരുൾപൊട്ടിയപ്പോൾ ആ പുഴയിലേക്ക് വന്ന് വീണ ഒരു കൂർത്ത കല്ലുകളാണ്. ആ ഷാർപ്പൻ പോയിൻറ്റ്സൊക്കെ ഈ പുഴയിലൂടെ ഒരുപാട് തല്ലും മേട്ടവും കൂത്തും കിട്ടിയിട്ട് എല്ലാം പോയി അവസാനം താഴെ എത്തിയപ്പോൾ നല്ല മോൾഡ് ചെയ്യപ്പെട്ട നല്ലൊരു പുഴക്കല്ലായി മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മോൾഡ് ചെയ്തെടുക്കുകയാണ് സ്വർഗത്തിന് വേണ്ടി. അന്നലഹുമുൽ ജന്ന, അള്ളാഹു വിശ്വാസികളുടെ ശരീരത്തെയും സമ്പത്തിനെയും വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. പടച്ചറബ്ബേ, എൻ്റെ ജീവിതം ഇതാ നിനക്ക് ഞാൻ നൽകുന്നു, എൻ്റെ ആഗ്രഹങ്ങൾ ഇതാ നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു, നിന്നിൽ ഞാനിതാ പൂർണ്ണമായിട്ടും കീഴൊതുങ്ങിയിരിക്കുന്നു. ഏറ്റവും വിലപ്പെട്ട നമ്മുടെ നെറ്റിത്തടം മണ്ണിൽ കുത്തിപ്പിടിച്ചിട്ട് നമ്മൾ പറയുന്ന വാക്ക് സുബ്ഹാന റബ്ബിയൽ അലാ, അല്ലാഹുവേ നീയാകുന്നു ഏറ്റവും ഉന്നതൻ പടച്ചോനെ എന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ട മുഖം മണ്ണിൽ കുത്തിപ്പിടിച്ചിട്ടാണ്. കീഴ്ദുഃഖത്തിൻ്റെ അങ്ങേയറ്റത്തെ രൂപമാണ് സുജൂദ്, കീഴ്ദുഃഖമാണ്. അല്ലാഹുവേ എന്നെ നിനക്ക് ഞാൻ നൽകുകയാണ്. അല്ലാഹ് പറയാ, വിശ്വാസികളെ അവരുടെ സമ്പത്തിനെയും അവരുടെ ശരീരത്തെയും ഞാൻ വിലക്ക് വാങ്ങുകയാണ്. അന്നലഹുമുൽ ജന്ന, പകരം സ്വർഗം കൊടുക്കാം എന്ന കരാറുമായിട്ട്. പകരം സ്വർഗം കൊടുക്കാം, സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഗേഹം, അടിപൊളിയുടെ ഗേഹം. കുട്ടികളൊക്കെ പറയും അടിച്ചു പൊളിച്ചേണ്ട സമയമല്ലേ, നിങ്ങളെങ്ങനെ, നിങ്ങൾ വേറെ ജനറേഷൻ, നമ്മൾ വേറെ ജനറേഷൻ, അതുകൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലാത്തത്. നിങ്ങളിതൊന്ന് നിസ്സാരമായിട്ട് കാണരുതെന്ന്, നിങ്ങൾക്കിത് മനസ്സിലാവില്ല. MDMA യൂസ് ചെയ്ത് കൗൺസിലിംഗ് വന്നപ്പോൾ കൗൺസിലറോട് ചോദിക്കണം, നിങ്ങൾ ഉപയോഗിച്ചണോ? ഇല്ല. ഒന്ന് ഉപയോഗിച്ച് നോക്കി, വേറെ വൈബാണ്. എന്നാലും ചോദിക്കി, ആസ്വാദനം ആഗ്രഹിക്കുന്ന, അടിപൊളി ആഗ്രഹിക്കുന്ന, എൻ്റർടൈൻമെൻറ്റും എൻജോയ്മെൻറ്റും ആഗ്രഹിക്കുന്നവൻ ഒരുങ്ങേണ്ടത് സ്വർഗത്തിന് വേണ്ടിയാണ്. രോഗമില്ലാത്ത, പ്രയാസമില്ലാത്ത, ബുദ്ധിമുട്ടില്ലാത്ത, കഷ്ടതകളില്ലാത്ത, ക്യാൻസർ ഇല്ലാത്ത, കിഡ്നി ഫെയിലിയർ ഇല്ലാത്ത, സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാത്ത, മാനസിക ഞെരുക്കമില്ലാത്ത സുഖാഡംബരത്തിൻ്റെ സ്വർഗം. അവസാനം പോകുന്നവൻ അള്ള കൊടുക്കുന്നത് ആകാശത്തിനും ഭൂമിക്കുമിടയിലുള്ള അത്രയും സ്പേസാണ്. ലാസ്റ്റ് സ്വർഗത്ത് പോകുന്നവന് സ്വന്തമായിട്ട്. അതുകൊണ്ട് അയ്യോ എനിക്ക് 3 സെൻറ്റ് സ്ഥലത്ത് ആകെ 500 സ്ക്വയർ ഫീറ്റ് വീടാണല്ലോ, വിഷമിക്കണ്ട. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വീട് 500 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? അള്ളാഹിൻ്റെ പ്രവാചകൻ്റെ വീട്ടിൽ മരിക്കുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പേ ഭക്ഷണം തീർന്നു പോയിട്ടുണ്ട്. വിളക്ക് കത്തിക്കാൻ എണ്ണ പോലും ഇല്ലാതെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞത്. നമ്മൾ കിടക്കുന്ന ബെഡിൽ കിടന്നിട്ടില്ല മുത്തുനബി. ഈത്തപ്പനയുടെ ഓലയിൽ കിടന്ന് പ്രവാചകൻ്റെ ദേഹം പാട് വീണിട്ടുണ്ടായിരുന്നു. മെലിഞ്ഞൊട്ടി ഇബ്നു മസ്ഊദിന് ഇൻഫീരിറ്റി കോംപ്ലക്സ് ഇല്ലായിരുന്നു. ഞാൻ മെലിഞ്ഞു പോയല്ലോ. ലഹുമ അസ്ഖലു ഫിൽ മീസാനി മിസ്ല ഉഹുദിൻ. ഇബ്നു മസ്ഊദിൻ്റെ മെലിഞ്ഞൊട്ടിയ 2 കാലുകൾ നാളെ മീസാനിൽ ഉഹുദ് മലയേക്കാൾ ഭാരമുള്ളതാണെന്ന് മുത്തുനബിയെ പറഞ്ഞത്. കറുത്ത ബിലാലിന് ഞാൻ കറുത്തുപോയി എന്ന് തോന്നിയിട്ടില്ല. കാരണം ബിലാലെ, താങ്കൾ എന്താണ് കൂടുതൽ ചെയ്യുന്നത്? എന്താ റസൂലെ? താങ്കളുടെ കാലടി ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേൾക്കുന്നുവല്ലോ ബിലാൽ. ബിലാൽ, സ്വർഗത്തിലൂടെ നടന്നു പോകുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നല്ലോ ബിലാൽ. എന്താണ് താങ്കൾ ചെയ്യുന്നത്? പ്രവാചകനോട് അദ്ദേഹം പറഞ്ഞു, നബിയെ ഞാൻ എപ്പോൾ വുദു എടുത്താലും 2 റക്അത്ത് നമസ്കരിക്കും റസൂലേ. ബിലാലിന് ഇൻഫീരിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നില്ല. ഞാൻ കറുത്തുപോയല്ലോ, ഞാനൊരു അടിമയായല്ലോ, പണമില്ലാത്തവനായല്ലോ, പത്രാസില്ലാത്തവനായല്ലോ, പവറില്ലാത്തവനായല്ലോ, പിഞ്ചുമക്കളുടെ കഴുത്തിൽ കയറിട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ചരക്കായിട്ട് ഞാൻ മാറിയല്ലോ. തോന്നിയില്ല. ലോകത്ത് കിട്ടാനുള്ള ഏറ്റവും വലിയ ഖീമത്ത് ദീനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സഹവാസവും, അതിനപ്പുറം സ്വർഗവും കിട്ടിയിട്ടാണ് അവരൊക്കെ പോയത്. അതുകൊണ്ട് സഹോദരന്മാരെ, സ്വർഗം നേടാനുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ട സമയമാണിത്. ബദ്റു ബിൽ അമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം. രാത്രിയുടെ കഷ്ണം പോലെ ഫിത്നകൾ അടർന്നു വീഴുന്ന കാലത്ത് നിങ്ങൾ സുഹൃതങ്ങളിൽ വ്യാപൃതരാകണം എന്നാണ്. യബ്ന ആദം, ആദമിൻ്റെ പുത്ര, തഫറഖൽ ഇബാദതി, നീ എനിക്കുള്ള ഇബാദത്തിൽ നീ മുഴുകണം. അംല സദ്റക ഗിനൻ വഅസുദ്ദ ഫഖറക വഇല്ലാ തഫ്അൽ മലഅതു യദക ശുഗ്ല വലം അസുദ്ദ ഫഖറക. എന്താ അല്ലാഹ് പറയാണ്? എന്ത്? തഫറഖൽ ഇബാദതി, എനിക്കുള്ള ഇബാദത്തിൽ നീ മുഴുകിക്കോ. അംല സദ്റക ഗിന, നിന്റെ ഹൃദയത്തിൽ ഞാൻ ധന്യത നിറക്കും. വഅസുദ്ദ ഫഖറക, നിന്റെ ദാരിദ്ര്യം ഞാൻ തടയും. വഇല്ലാ തഫ്അൽ, നീ ഇബാദത്ത് ചെയ്യുന്നില്ലെങ്കിൽ മലഅതു യദക ശുഗ്ല, നിന്റെ കൈകളിൽ ഞാൻ തിരക്കിട്ട് തരും.
ഫുൾ ടൈം എൻഗേജ്മെൻ്റ് ആയിരിക്കും, തിരക്ക്. സ്വന്തം ഭാര്യയെ കേൾക്കാൻ പോലും സമയമില്ല. ഭാര്യയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. സ്വന്തം മക്കളെ നോക്കാൻ സമയമില്ല. മക്കൾ കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോകേണ്ടി വന്നു. കോടതി വരാന്തയിലൂടെ മക്കളുടെ പേരും വിളിച്ചാർത്ത് കരയേണ്ട ഗതികേടുണ്ടായി. തിരക്ക്, ശുഗല. ഇബാദത്തിൽ നിന്ന് പിന്നോട്ട് പോയാൽ ദുനിയാവിൽ തളച്ചിടും പടച്ചോൻ. ശുഗലിട്ട് തരും. രണ്ടറ്റം മുട്ടിക്കാൻ പറ്റാത്ത തിരക്കും ബത്തപ്പാടും ബേജാറുമായിരിക്കും. എന്നിട്ട് വലിയ പവർ ഇട്ടിട്ട് പറയും ഭയങ്കര തിരക്കാണ്. വലിയ സംഭവം നല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമയത്തിൽ ബർക്കത്ത് ഊരിയെടുക്കുകയാണ്, അമലിൽ ബർക്കത്ത് ഊരിയെടുക്കുകയാണ്. കാര്യങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താതെ പോവാണ്. വലം അസുദ്ദ ഫഖറക്, നിന്റെ പ്രയാസങ്ങൾ, നിന്റെ ക്രൈസിസ്, നിന്റെ ദാരിദ്ര്യം തടയാതെ പോകും. ഇബാദത്താണ്. ഖുർആൻ റിസ്ക് എവിടെ പറഞ്ഞോ ഒക്കെ ആരാധനയോട് ചേർത്താ പറഞ്ഞ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. ആദമിൻ്റെ പുത്രന്മാർ ഉണ്ടാക്കി, മനുഷ്യനെ ഉണ്ടാക്കി എന്തിനാ? അള്ളാഹനെ ആരാധിക്കുക. ജിന്നിനെ ഉണ്ടാക്കി അള്ളാഹനെ ആരാധിക്കുക. ഞാൻ നിങ്ങളോട് റിസ്ക് ചോദിക്കുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. നബിയെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. നമസ്കാരത്തിൻ്റെ നിർവഹണത്തിൽ, അതിൻ്റെ സമയത്തിൽ, അതിൻ്റെ കൃത്യതയിൽ, അതിൻ്റെ ഖുശൂഇൽ, അതിൻ്റെ റുകൂഇൽ, അതിൻ്റെ സുജൂദിൽ ശ്രദ്ധ പാലിക്കുന്ന വിഷയത്തിൽ താങ്കൾ അങ്ങേയറ്റം ക്ഷമ പരിശീലിച്ചുകൊണ്ട് ക്ഷമിക്കണം. ലാ നസ്അലുക റിസ്ഖാ, താങ്കളോട് താങ്കളുടെയും താങ്കളുടെ മക്കളുടെയും റിസ്ക് നാം ചോദിക്കുന്നില്ല. എന്ത്? നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും റിസ്ക് നിങ്ങളോട് ചോദിക്കുന്നില്ല. നഹ്നു നർസുഖുക, നാം ആകുന്നു നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്. റിസ്ക് നൽകുക എന്നത് എൻ്റെ ബാധ്യതയാണ്. നബിയെ, നിങ്ങൾ ഇബാദത്തിലേക്ക് ശ്രദ്ധിക്കൂ, നിങ്ങൾ ഇബാദത്തേക്ക് ശ്രദ്ധിക്കൂ. പണിക്കോണ്ടെന്നല്ല എൻ്റെ അർത്ഥം. ഇബാദത്ത് ഒഴിവാക്കി പണിക്കോട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ അർത്ഥം. റിസ്ക് തരുന്ന അല്ലാഹുവാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഒരു ജന്തുവും ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല, എല്ലാറ്റിൻ്റെയും റിസ്ക് പടച്ച റബ്ബി ഏറ്റെടുത്തിട്ടല്ലാതെ. അതുകൊണ്ട് മൻ കാനത്തിൽ ആഖിറതു ഹമ്മുഹു ജമഅല്ലാഹു ശംലഹു വജഅല ഗിനാഹു ഫീ ഖൽബിഹി വഅതതുഹു ദുനിയാ വഹിയ റാഗിമ. ആരുടെയെങ്കിലും ഉദ്ദേശം പരലോകമായാൽ അല്ലാഹ് അവൻ്റെ കാര്യങ്ങൾ ഒരുക്കൂട്ടി കൊടുക്കും. അവൻ്റെ ഹൃദയത്തിൽ ധന്യത ഇട്ട് കൊടുക്കും. ദുനിയാവ് അവനെ തേടി ഇങ്ങോട്ട് വരും, ഓഫറുകൾ ഇങ്ങോട്ട് വരും. മനസ്സിലായില്ലേ? പലിശ ഒഴിവാക്കിയിട്ട് കച്ചവടം നടത്തിയ ഒരാൾ, അദ്ദേഹത്തെ ഞാൻ കണ്ടു എൻ്റെ യാത്രയിൽ. അദ്ദേഹം പറയണം, ചില സമയത്തൊക്കെ നമ്മളിവിടെ കുടുങ്ങിപ്പോവും, പക്ഷേ പടച്ചോൻ ഡോറിങ്ങനെ തുറന്നു കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്നു. ആഖിറം ലക്ഷ്യമാക്കിയാൽ പടച്ചോൻ ഡോറിങ്ങനെ തുറന്നു തരും. മനസ്സിലായില്ലേ? ഫതഹ്നാ അലൈഹിം അബ്വാബസ്സമാ, ആകാശത്തിൻ്റെ ഡോറുകൾ തുറന്നു തരും. ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നും അല്ലാഹു ബർക്കത്തിറക്കി തരും. അല്ലേ? ദീനിലേക്ക് മടങ്ങുമ്പോൾ. അതുകൊണ്ട് ഇബാദത്ത് ഒഴിവാക്കിയിട്ടൊരു കാര്യമില്ല. ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം ആരാധനകൾ ചെയ്യുക എന്നുള്ളതാണ്. ഖബറിൽ വെച്ചിട്ട്, മനുഷ്യൻ്റെ അടുത്ത് വെച്ച് സുന്ദരനും സുമുഖനുമായ ഒരാൾ വന്ന് പറയും, എന്താ പറയുക? ഞാൻ നിൻ്റെ കർമ്മങ്ങളാണ്, ഞാൻ നിൻ്റെ കർമ്മങ്ങളാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ദുനിയാവ് നമുക്ക് തടസ്സമാകരുത് സഹോദരന്മാരെ. ദുനിയാവ് നമുക്ക് തടസ്സമാകരുത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ദുനിയാവ് തടസ്സമായാൽ മരിക്കുന്ന സമയത്ത് ഇതുപോലെ ചോദിക്കും. മനസ്സിലായില്ലേ? ഖുർആൻ ചില യുവാക്കളെക്കുറിച്ച്, ചില ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താ അവിടെ പ്രത്യേകത അറിയോ? റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അല്ലാഹനെ സ്മരിക്കുന്നിടത്ത് അവൻ്റെ കച്ചവടമോ അവൻ്റെ ബിസിനസ്സോ അവനെ തടയുന്നില്ല. സക്കാത്ത് കൊടുക്കാനോ നിസ്കരിക്കാനോ പുണ്യങ്ങൾ ചെയ്യാനോ ദിക്റെടുക്കാനോ അവൻ്റെ ഒരു ഏർപ്പാടും അവൻ തടസ്സമല്ല. കാരണം എന്താ അറിയോ? കാരണം എന്താണ്? ബോധമാണ്. അല്ലാതെ പണിയില്ലാത്തതുകൊണ്ടല്ല, വെറുതെ ഇരിക്കണോണ്ടല്ല, ബോധമാണ്. എന്ത് ബോധം? യഖാഫൂന യൗമാ, ഒരു ദിവസത്തെ അവൻ ഭയപ്പെടുകയാണ്. യൗമുദ്ദീൻ എന്താണ്? മാലികി യൗമിദ്ദീൻ, പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥൻ. നന്മ തിന്മ തൂക്കിക്കണക്കാക്കി, നന്മയുണ്ടോ സ്വർഗത്തിലേക്ക്, തിന്മയാണോ കൂടുതൽ നരകത്തിലേക്ക് പോകുന്നൊരു പരലോകം, അതോർത്തിട്ടാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നന്മയിൽ മുന്നേറണം. ഖുർആൻ എന്താ പ്രയോഗിച്ച്? സാരിഊ
ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർദുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിനു വേണ്ടിയും വിശാലമായ പടച്ച റബ്ബിൻ്റെ മഗ്ഫിറത്തിനു വേണ്ടിയും നിങ്ങൾ ധൃതി പിടിച്ച് മത്സരിക്കണം. സാരിഊ, മുസാറഅത്ത് നടത്തണം, മത്സരിക്കണം. മറ്റൊരായത്തിൽ സാബിഖൂ, സൂറത്ത് ഹദീദിൽ മുസാബഖത്ത് മത്സരമാണ്. മറ്റൊരായത്തിൽ വഫിറൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ കുതിച്ചു പായണം. സൂറത്ത് മുത്തഫിഫീനിൽ അല്ലാഹ് പറയാണ്, ഇന്നൽ അബ്റാറ ലഫീ നഈം അലൽ അറായികി യൻദുറൂൻ തഅരിഫു ഫീ വുജൂഹിഹിം നദ്റതൻ നഈം യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം ഖിതാമുഹു മിസ്ക് വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. ഇന്നൽ അബ്റാറ ലഫീ നഈം, പുണ്യവാളന്മാർ സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിലാണ്. അലൽ അറായികി യൻദുറൂൻ, ചാരുമഞ്ചങ്ങളിലിരുന്ന് അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടേയിരിക്കും. തഅരിഫു ഫീ വുജൂഹിഹിം നദ്റതൻ നഈം, ആ സുഖാനുഗ്രഹത്തിൻ്റെ സൗരഭ്യവും സൗന്ദര്യവും അവരുടെ മുഖത്ത് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. അവർ സ്വർഗത്തിലെ പാനീയങ്ങൾ കുടിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് രസിച്ച് സുഖിച്ച് ജീവിക്കും. ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, അതുകൊണ്ട് മത്സരിക്കുന്നവരെ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കൂ. ദുനിയാവിൽ വമ്പ മത്സര, അല്ലാഹ് പറയാ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കൂ. കാരണം അതൊക്കെ നശിക്കാനുള്ളതാണ് അല്ലേ? സമ്പത്തും സൗന്ദര്യവും ശരീരവും എല്ലാം നശിക്കാനുള്ളതാണ്. നാട്ടുകാരൊക്കെ നമ്മൾ മറക്കൂലേ? നമ്മൾ മരിച്ചാൽ ഗ്രൂപ്പിൽ നിന്നൊക്കെ വല്ല റിമൂവ് ആക്കും. ആർക്കും ഓർമ്മ ഉണ്ടാകുക? ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. കുടുംബത്തിന് ഓർമ്മ ഉണ്ടെങ്കിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ അതും ഉണ്ടാവില്ല. എല്ലാവരും മറന്നു പോകും നമ്മളെ. പിന്നെന്താ നമുക്കുള്ളത്? എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലേ, കർമ്മങ്ങളാണ് നമ്മുടെ കൂടെ പോരുന്നത്. അതുകൊണ്ടാണ് കാറൂനിനോട് മൂസാ നബി പറഞ്ഞത്, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ. ദുനിയാവിലെ നിൻ്റെ പങ്ക് ഓഹരി ഇജ്ജ് മറക്കണ്ട. ഇജ്ജ് പഠിച്ചോ, ഇജ്ജ് ജോലി ചെയ്തോ, കുടുംബത്തെ പോറ്റിക്കോ, ഒക്കെ റെഡിയാണ്. പക്ഷേ ദാറുൽ ആഖിറത്തിന് വേണ്ടി നീ പണിയെടുത്തോ. കാറൂനിനോട് മൂസാ നബി പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരലോകത്ത് ഖബറിൽ ദുനിയാവിൽ ബർക്കത്തും റഹ്മത്തും സഹായവും രക്ഷയും സ്വസ്ഥതയും സമാധാനവും കിട്ടണമെങ്കിൽ നമ്മൾ പുണ്യങ്ങൾ ചെയ്യണം. ഖുൽ യാ ഇബാദിയല്ലദീന ആമനൂ യുഖീമുസ്സലാ വയുൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉ ഫീഹി വലാ ഖിലാൽ. കച്ചവടമോ എന്തെങ്കിലും തരത്തിലുള്ള ഉടമ്പടികളോ കരാറുകളോ സഹായഹസ്തങ്ങളോ ഒന്നുമില്ലാത്തൊരു ലോകം വരാനുണ്ട്. അതുകൊണ്ട് നബിയെ വിശ്വസിച്ച തൻ്റെ ദാസന്മാരോട് പറയൂ, യുഖീമുസ്സലാ, നമസ്കാരം നിലനിർത്തണേ. മടിയില്ലാതെ അലസതയില്ലാതെ സമയം പാലിച്ച് ഖുശൂഓടെ കൃത്യതയോടെ നബി നിസ്കരിച്ച അതേപോലെ, അതായ ഇഖാമത്തുസ്സലാ. വയുൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും അവരോട് എമ്പാടും സ്വതഖ കൊടുക്കാൻ നീ പറയൂ. കാരണം എന്താ? കച്ചവടവും ഏർപ്പാടും സഹായവും ശുപാർശയും ഒന്നും നടക്കാത്തൊരു പരലോകമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, എല്ലാവരും അള്ളാഹിൻ്റെ മുമ്പിൽ വരും. ലൈസ ബൈനഹു വബൈന അല്ലാഹി തർജുമാൻ, അവനും അള്ളാഹ്ക്കുമിടയിൽ യാതൊരു ദിഭാഷിയുമില്ലാതെ ഡയറക്റ്റ് സംസാരമാണ്. അവൻ വലതു ഭാഗത്തേക്ക് നോക്കും, അവൻ്റെ പാപങ്ങൾ കാണും. ഇടതു ഭാഗത്തേക്ക് നോക്കും, അവൻ്റെ പാപങ്ങൾ കാണും. മുന്നിലേക്ക് നോക്കുമ്പോൾ ആളിക്കത്തുന്ന നരകമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വത്തഖുന്നാർ വലൂ ബിശഖ്ഖി തംറ, ഒരു കാരക്കയുടെ ചീന്തു കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ നരകത്ത് നിരക്ഷപ്പെട്ടോളൂ. വലത്തേക്ക് പോകാൻ വയ്യ, ഇടത്തേക്ക് പോകാൻ വയ്യ, പിന്നിലേക്ക് പോകാൻ വയ്യ. പോകാനുള്ളത് മുമ്പിൽ ആളിക്കത്തുന്ന നരകത്തിലേക്കാണ്. എന്ത് ചെയ്യും എൻ്റെ സുഹൃത്തുക്കളെ? ഞാൻ എന്നോട് ചോദിക്കുന്നു, നിങ്ങളോട് ചോദിക്കുന്നു, ഈ ശബ്ദം പിന്നീട് കേൾക്കാനിരിക്കുന്ന മുഴുവൻ ആളുകളോട് ഞാൻ ചോദിക്കുന്നു. നാളെ പരലോകത്ത് നമ്മുടെ മുന്നിൽ നരകമാളിക്കത്തുമ്പോൾ വലത്തോട്ടും ഇടത്തോട്ടും പിന്നിലോട്ടും പോകാൻ കഴിയാതെ നമ്മൾ നിന്നു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? നരകാവകാശികളുടെ പട്ടികയിൽ നമ്മുടെ പേര് വായിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പവർ നടക്കുമോ? നമ്മുടെ പൈസ കൊണ്ട് കാര്യം ഉണ്ടാവുമോ? നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ കൊണ്ട് കാര്യം ഉണ്ടാവുമോ? നമ്മുടെ ചങ്ക് ബ്രോസിന് എന്ത് ചെയ്യാൻ പറ്റും?
ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അമലുകൾ ചെയ്യുക. സുന്നത്തും ഫർദുമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ തുടർച്ചയായി കൃത്യമായി ചെയ്യുക. അഹബ്ബുൽ അമാലി ഇലല്ലാഹ് അദ്വമുഹാ, അള്ളാഹ്ക്ക് കർമ്മങ്ങളിൽ ഇഷ്ടം സ്ഥിരമായി ചെയ്യുന്നതാണ്. വഇൻ ഖല്ല, കുറച്ചാണെങ്കിലും ചെയ്യുന്നത് വൃത്തിക്ക് ഭംഗിക്ക് സ്ഥിരമായി ചെയ്യുക. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. വിശ്വാസികളെ, ഈ പള്ളി കൂടിയിരിക്കാൻ നമ്മളെയാണ് വിളിച്ചത്, മനസ്സിലായില്ലേ? കാഫിറുകളെ എന്ന് വിളിച്ചാണ് ഖുർആൻ, മനുഷ്യന്മാരെ എന്ന് വിളിച്ചാണ് ഖുർആൻ. ഇത് നമ്മളെ വിളിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും പടച്ച റബ്ബിനെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു കളയാതിരിക്കട്ടെ. എന്തേ പിന്നെ പറയണ എന്താ അറിയോ? അങ്ങനെ തടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നഷ്ടത്തിൽപ്പെട്ടു പോകും. പടച്ച റബ്ബ് സുബ്ഹാനത്തെ തന്നതൊക്കെ നിങ്ങൾ റബ്ബിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചിട്ട് സ്വർഗം നേടിക്കോളൂ. ഇല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് പറയും ലാ സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, പടച്ചോനെ ഞാൻ നല്ല സ്വാലിഹായിക്കൊള്ളാം, ഞാൻ സത്യസന്ധനായിക്കൊള്ളാം, ഞാൻ സദഖ കൊടുത്തോളാം എന്നൊക്കെ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് പറഞ്ഞു നോക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, മരിക്കും മുമ്പ് ചെയ്യാനുള്ളത് കർമ്മങ്ങൾ ഒരുക്കലാണ്. വിശ്വാസികൾ പോലും പരലോകത്ത് വെച്ചിട്ട് സങ്കടത്തിലേക്കാരോ, എന്തേ കുറച്ചും കൂടെ ചെയ്താൽ മതിയായിരുന്നു, എന്നാൽ കുറച്ചും കൂടെ ഉയരങ്ങളിലെത്താമായിരുന്നു എന്നവന് തോന്നും. മനസ്സിലായില്ലേ? അതുകൊണ്ട് പാഴാക്കാതിരിക്കുക. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ വൽ കാഫിറൂന ഹുമുദ് ളാലിമൂൻ. കച്ചവടം, ബിസിനസ് ഏർപ്പാടൊന്നുമില്ലാത്ത പരലോകം, അവിടെ വരും മുമ്പ് നിങ്ങൾ റബ്ബ് നൽകിയതെല്ലാം ചിലവഴിച്ചോളീ. ഹൽ അദുല്ലുക്കും അലാ തിജാറ തുൻജീകും മിൻ അദാബിൻ അലീം. അല്ലാഹുവിൻ്റെ നരകത്തിൽ നിങ്ങൾ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? തുഅ്മിനൂന ബില്ലാഹി വറസൂലി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും. നിങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും പടച്ച റബ്ബിൻ്റെ മാർഗത്തിൽ നിങ്ങൾ അതിശക്തമായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് അള്ളാഹു കച്ചവടമായിട്ട് പറയുന്നത്. തിജാറതൻ ലൻ തബൂർ, നഷ്ടമില്ലാത്ത കച്ചവടമാണ് സഹോദരന്മാരെ ഈ സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമെന്ന് പറയുന്നത്. കുടുംബം പോരും മയ്യത്തിൻ്റെ ഒപ്പം, പൈസയും പോരും, ഒന്ന് മാത്രം ബാക്കിയാവും, അത് കർമ്മമാണ്. ഹസനത്താണെങ്കിൽ ഹസനത്ത്, സയ്യിഅത്താണെങ്കിൽ സയ്യിഅത്ത്, അത് മാത്രമേ സഹോദരന്മാരെ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കർമ്മങ്ങളിൽ നമ്മൾ ഔത്സുക്യം കാണിക്കുക, കൂടുതൽ പഠിക്കുക. ദിക്റുകളും ദുആകളും പുണ്യപ്രവർത്തനങ്ങൾ, ചെറിയ ചെറിയ കർമ്മങ്ങൾക്ക് എത്ര വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചത്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ 30 കൂലി, 30 പാപം പൊറുക്കപ്പെടുക. അങ്ങാടിയിലൊരു പ്രാർത്ഥന, 10 ലക്ഷം കൂലി, 10 ലക്ഷം പാപം പുറത്തു തരും. സ്വർഗത്തിൻ്റെ വീട് പണിയും. ഒരു കുരുവിക്കൂടിൻ്റെ അത്ര വലിപ്പമുള്ളൊരു പള്ളി ഉണ്ടാക്കിയാൽ സ്വർഗത്തിൽ ഖസ്റം ഫിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൊട്ടാരം പണിയും. പടച്ചോൻ്റെ ഓഫർ പറഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും കമ്പനീൻ്റെ ഓഫർ മാതിരിയല്ല, മനസ്സിലായില്ലേ? 5 ലക്ഷത്തിന് സാധനം ഇറക്കിയാൽ 18,000 റുപ്യേൻ്റെ ടിക്കറ്റ് കിട്ടും ഹൈദരാബാദിക്ക്. അങ്ങനത്തെ ഓഫറല്ല. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല മാർഗത്തിൽ വീട്ടിൽ നിന്ന് വുളു എടുത്ത് പള്ളിയിലേക്ക് പോകുമ്പോൾ ഓരോ അനക്കത്തിനും കൂലിയാണ്. ബശ്ശിരിൽ മശാഇന ഫി ദുലം ബിനൂരി താമി യൗമിൽ ഖിയാമ, രാത്രിയിൽ പള്ളിയിൽ പോകുന്നവർക്ക് പരലോകത്ത് പ്രകാശം. മൻ ഖദാ ഇലൽ മസ്ജിദി ഔ റാഹ അഅദ്ദല്ലാഹു ലഹു നുസുലൻ കുല്ലമാ ഖദാ ഔ റാഹ. രാവിലും വൈകുന്നേരങ്ങളിലുമായിട്ട് പള്ളിയിൽ പോകുന്നവർക്ക് അല്ലാഹു ഓരോ പോക്കിനും സ്വർഗത്തിൽ സൽക്കാരമൊരുക്കും. മൻ ഖാല സുബ്ഹാനല്ലാഹ് അദീം വബിഹംദി, സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദി എന്ന് പറഞ്ഞാൽ ഗുരിസത് ലഹു നഖ്ലത്തുൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ഈത്തപ്പന നടും. 1000 വട്ടം പറഞ്ഞാൽ 1000. സുബ്ഹാനല്ലാഹി വബിഹംദി 100 വട്ടം പറഞ്ഞാൽ മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിലെ നുരക്ക് സമാനമായി തെറ്റുകളുണ്ടെങ്കിൽ അള്ളാഹു മായ്ച്ചു തരും. എത്ര 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 ഫضലാണ് ഓരോ കർമ്മത്തിനുമുള്ളത്. അതുകൊണ്ട് പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ്. 4ാമത്തെ കാര്യം സഹോദരന്മാരെ, മരിക്കും മുമ്പ് ബാധ്യതകൾ നിർവഹിക്കുക എന്നുള്ളതാണ്. പടച്ച റബ്ബിനോടുള്ള ബാധ്യത, ദീനിനോടുള്ള ബാധ്യത, നമ്മുടെ ഭാര്യയോടുള്ള ബാധ്യത, മക്കളോടുള്ള ബാധ്യത, മാതാപിതാക്കളോടുള്ള ബാധ്യത. വ ഇന്ന ലിറബ്ബിക അലൈക ഹഖ്ഖ വലിനഫ്സിക അലൈക ഹഖ്ഖ വലിഅഹ്ലിക അലൈക ഹഖ്ഖ വലിസൗജിക അലൈക ഹഖ്ഖ.
നിൻ്റെ കുടുംബത്തോട്, നിൻ്റെ ഭാര്യയോട്, നിൻ്റെ ഭർത്താവിനോട്, നിൻ്റെ നഫ്സിനോട്, നിൻ്റെ ശരീരത്തോട്, നിൻ്റെ റബ്ബിനോട് ഒക്കെ നിനക്ക് കടമയും കടപ്പാടുമുണ്ട്. ആ കടമയും കടപ്പാടും പൂർത്തീകരിക്കാനാണ് ജീവിതം. റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന്, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്നവരാണ് പലപ്പോഴും. അവകാശങ്ങളെക്കുറിച്ച് ബോധമുണ്ട്, ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ബോധമല്ല. അവകാശങ്ങളെക്കുറിച്ച് ബോധമുണ്ട്, ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ബോധമല്ല. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. സ്വന്തം മക്കൾക്ക് വേണ്ടി ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ ഫഹുവ ഫീ സബീലില്ലാഹ് വഇൻ കാന ഖറജ യസ്ആ അലാ അബവൈനി ശൈഖൈനി കബീറൈൻ ഫഹുവ ഫീ സബീലില്ലാഹ്. ആരെങ്കിലും വാർദ്ധക്യത്തിലെത്തിയ തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. അള്ളാഹിൻ്റെ മാർഗത്തിലാണ് ഓരോ പ്രവർത്തനവും. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിനോട് മാന്യമായി പെരുമാറാൻ, അവരെ സ്നേഹിക്കാൻ, അവരുടെ കൂടെ നിൽക്കാൻ, ഒരു ഇണ എന്ന നിലക്ക് ഏറ്റവും നല്ല ഇണയായി മാറാൻ. ഖദീജ റളിയല്ലാഹു അൻഹ മരിക്കാൻ കിടക്കുമ്പോൾ മുത്തുനബിയോട് ചോദിച്ചില്ലേ, പ്രവാചകരെ എന്നോട് വല്ലതും? റസൂലുള്ളാഹി വിതുമ്പിപ്പോയി. ഖദീജയെ പോലെ നല്ല ഒരു ഭാര്യ, പല്ലുന്തിയ ആ നിറത്തിലുള്ള ആ മോണ വീർത്ത ആ പെണ്ണിനെ കുറിച്ചാണോ നബിയെ നിങ്ങൾ പറയുന്നത് എന്ന് മറ്റു ഭാര്യമാർ ഖദീജ ബീവിയെക്കുറിച്ച് പറയുമ്പോൾ റസൂലിൻ്റെ കണ്ണുകൾ നിറയുമായിരുന്നു. ഭർത്താവിൻ്റെ ഹൃദയം കീഴടക്കിയ ഭാര്യ, ഭാര്യയുടെ ഹൃദയം കീഴടക്കിയ ഭർത്താവ്, മക്കളുടെ സ്നേഹനിധിയായ മാതാപിതാക്കൾ, മാതാപിതാക്കളുടെ സ്നേഹനിധിയായ മക്കൾ, ഇങ്ങനെയൊക്കെയായി മാറാൻ സഹോദരന്മാരെ നമുക്ക് പറ്റിയാൽ ഒരു കുഴപ്പങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ മക്കൾ എവിടെയും പോവില്ല, നമ്മളൊപ്പം ഉണ്ടാവും. മനസ്സിലായില്ലേ? ഉത്തരവാദിത്തങ്ങൾ. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതി. നിങ്ങളെല്ലാവരും ചുമതലയുള്ളവരാണ്. ഏറ്റെടുത്ത ചുമതല, നമ്മൾ നിർവഹിക്കുമെന്ന് സമൂഹം വിചാരിക്കുന്ന ചുമതല, നമ്മൾ സ്വമേധയാൽ നിർവഹിക്കാമെന്ന് ഏറ്റെടുത്ത കാര്യങ്ങൾ, മറ്റുള്ളവർ നമ്മളെ ഏൽപ്പിച്ചത്, നമ്മൾ ചെയ്യുമെന്ന് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നത്, ഇതൊക്കെ അമാനത്താണ്. ഈ അമാനത്തുകൾ പാലിച്ച് നിർവഹിച്ചു പോകണം. ഇതൊക്കെ പരലോകത്ത് ചോദ്യമാണ്. അതുകൊണ്ട് ബാധ്യതകൾ വൃത്തിക്ക് നമ്മൾ ചെയ്യുക, ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക. കുടുംബം മുതൽക്ക് അയൽവാസി ബന്ധം, കുടുംബ ബന്ധം, മാതൃപിതൃബന്ധം, ഭാര്യ ഭർത്തൃബന്ധം, എല്ലാം ലാ യദ്ഖുലുൽ ജന്ന ഖാതിഉ റഹിമിൻ. കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗമില്ല. കർമ്മങ്ങൾ ഉയർത്തപ്പെടും, പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് തിങ്കളിലും വ്യാഴത്തിലും രണ്ടുപേരുടേത് റിജക്റ്റ് ചെയ്യപ്പെടും. ആരാണത്? ബൈനഹു വബൈന അഖീഹി ഷഹ്ന. അവനും അവൻ്റെ കൂട്ടുകാരനും ഇടക്ക് പകയും വിദ്വേഷവുമുണ്ട്. പകയും വിദ്വേഷവും വെച്ച് പുലർത്തരുത്. മനസ്സിലെ വ്യഥകളും പ്രയാസങ്ങളും തുറന്നു പറയണം. പരസ്പരമുള്ള അകൽച്ചകൾ ഇല്ലാതാക്കണം. പിണങ്ങി നിൽക്കുന്നവർ പരസ്പരം മിണ്ടണം. ലാ യഹില്ലു ലിറജുലിൻ അൻ യഹ്ജുറ അഖാഹുൽ മുസ്ലിം ഫൗഖ സലാസ്. 3 ദിവസത്തിന് മുകളിൽ ഒരു മുസ്ലിമുമായി പിണങ്ങി നിൽക്കാൻ പെർമിഷനില്ല. ഭർത്താവുമായി കലഹിച്ച് രാത്രി കിടന്നുറങ്ങുന്ന ഭാര്യയ്ക്കെതിരെ മലായിക്കത്തുകൾ നേരം വെളുക്കും വരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. സ്കൂളിലേക്ക് പോകുമ്പോൾ ഉമ്മയുമായിട്ട് കച്ചറയുണ്ടാക്കി പിണങ്ങിയിട്ട് സലാം പോലും പറയാതെ, ഉമ്മ കൊടുക്കാതെ സ്കൂളിലേക്ക് പോയി പാതി സമയമാകുമ്പോൾ ഒരുപക്ഷെ വീട്ടിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ വന്നേക്കാം. നമ്മളെ എടുത്തു കൊണ്ടുപോകാൻ ഉമ്മ പെട്ടെന്ന് മരിച്ചു എന്ന് പറയുമ്പോൾ സഹിക്കാൻ പറ്റൂല. പലരെയും കബളിപ്പിച്ചും കരയിപ്പിച്ചും പ്രയാസപ്പെടുത്തിയും ജീവിക്കുന്ന സാഹചര്യം നമുക്കുണ്ടാകരുത്. ഇയാൾ മരിച്ചാൽ ഈ മഹല്ലിൽ എല്ലാ പ്രശ്നവും തീരും എന്ന് നമ്മളെക്കുറിച്ച് പറയരുത്. ഇയാളാണ് ഈ നാട്ടിലെ ഫിത്ന എന്ന് നമ്മളെക്കുറിച്ച് പറയരുത്. ഏറ്റവും നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ പറ്റണം. സഹാബത്തിൻ്റെ മുന്നിലൂടെ ഒരു മയ്യത്തിനെ കൊണ്ടുപോയപ്പോൾ അവർ നന്മ പറഞ്ഞു ആ മയ്യത്തിനെ കുറിച്ച്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വജബത്ത്, നിർബന്ധമായി. മറ്റൊരു മയ്യത്തിനെ കുറിച്ച് മോശം പറഞ്ഞു, അപ്പോൾ നബി പറഞ്ഞു വജബത്ത്, നിർബന്ധമായി. എന്താ ചോദിച്ചു? സ്വർഗം. വിശ്വാസികൾ നല്ലത് പറഞ്ഞാൽ മയ്യത്തിന് സ്വർഗമാണ്, വിശ്വാസികൾ മോശം പറഞ്ഞാൽ മയ്യത്തിന് നരകമാണ്. അതുകൊണ്ട് നല്ല ബന്ധങ്ങളുണ്ടാകട്ടെ എല്ലാവരുമായിട്ടും. അനാവശ്യമായ പിണക്കങ്ങളും അകൽച്ചകളും അസൂയയും പകയും വിദ്വേഷവും ഒക്കെ ഒഴിവാക്കണം. ഒരാളോട് അസൂയ കാരണം എന്താ പറയുക? നിങ്ങൾക്ക് അള്ളാഹിൻ്റെ ഖദറിലുള്ള വിശ്വാസമല്ലേറ്റാണ്. അവന് കൊടുത്തതാണ്, പടച്ചോൻ കൊടുത്തതാണ്. അത് വിശ്വസിച്ചേ നമ്മൾ പറ്റുള്ളൂ, അത് അംഗീകരിച്ചേ നമ്മൾ പറ്റുള്ളൂ. അതുകൊണ്ട് ആരോടും അസൂയയും പകയും ഇല്ലാത്ത ശുദ്ധമായ മനസ്സ്, തെളിഞ്ഞ മനസ്സുമായി പരലോകത്തെത്തണം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നല്ല മനസ്സുമായിട്ട് വന്നാലേ പരലോകത്ത് ജയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല വ്യക്തികളായി മാറാൻ പറ്റണം. നാവിനെ, ലൈംഗികാവയവത്തെ, കാതിനെ, കണ്ണിനെ
എല്ലാറ്റിനെയും നിയന്ത്രിക്കാൻ നമുക്ക് പറ്റണം. ബാധ്യതകൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. നമുക്കെന്തൊക്കെ അല്ലേ, ആളുകളിങ്ങനെ കടം വാങ്ങിച്ചു കൂട്ടുക. റസൂലുള്ളാഹി പറയാം, വല്ലദീ നഫ്സി ബിയദി ലൗ അന്ന റജുലൻ ഖുത്തില ഫീ സബീലില്ലാഹ് സുമ്മ അഹ്യ. ഒരാൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ടു, വീണ്ടും അയാൾക്ക് ജീവൻ കൊടുത്തു. സുമ്മ ഖുതിൽ, വീണ്ടും അയാൾ കൊല ചെയ്യപ്പെട്ടു, വീണ്ടും ജീവൻ കൊടുത്തു, പിന്നെയും കൊല ചെയ്യപ്പെട്ടു, വീണ്ടും ജീവൻ കൊടുത്തു, വീണ്ടും അയാൾ കൊല ചെയ്യപ്പെട്ടു. മാ ദഖലൽ ജന്ന ഹത്താ യുഖ്ള അൻഹു ദൈനുഹു. 3 വട്ടം അള്ളാഹിൻ്റെ മാർഗത്തിൽ ഷഹീദായിട്ടും സ്വർഗത്ത് പോയില്ല. എന്തേ? കടം വീട്ടാനുണ്ട്. മയ്യത്ത് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചേക്കാം. മയ്യത്തിന് കടമുണ്ടോ ചോദിച്ചു നബി. ഉണ്ട് കാരണം. സല്ലു ലി സാഹിബിക്കും, നിങ്ങളെ സുഹൃത്തിന് നിങ്ങൾ നിസ്കരിച്ചുകൂടിയാണ് നബി മാറിന്ന്. ഒരു സ്വഹാബി ഏറ്റെടുത്ത് ആ സ്വഹാബി പിറ്റേ നേരം നിസ്കരിക്കാൻ പള്ളി വന്നപ്പോൾ നബി ചോദിക്കുക, നീ ആ കടം കൊടുത്തോ? ഇല്ലായിരുന്നു. ഇപ്പം മരിച്ചിട്ടല്ലോ നബിയെ, ഇപ്പം കബറടക്കിയിട്ടുള്ളൂ, സമയമുണ്ടല്ലോ, വേഗം കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽആന ബറദത് അലൈഹി ജിൽദുഹു, ഇപ്പോഴാണ് അയാളുടെ തൊലി തണുത്തത്. ഇതുവരെ നരകത്തിൻ്റെ ചൂടിലായിരുന്നു, ബന്ധനത്തിലായിരുന്നു. അതുകൊണ്ട് കടവും ബാധ്യതയും കാര്യങ്ങളൊക്കെ തീർത്തു വെക്കണം. മരിച്ച പറഞ്ഞാൽ പറഞ്ഞിട്ടൊന്നുമല്ല മരിച്ച. മനസ്സിലായി? ചില ആൾക്കാർ കണക്കും കൂടി ചെയ്തൂല, ആർക്കും ഒരു വിവരം ഉണ്ടാവില്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ വാങ്ങുക, ഇവിടുന്ന് വാങ്ങുക, അങ്ങോട്ട് മറിക്കുക, അവിടുന്ന് വാങ്ങുക, അപ്പുറം മറിക്കുക. ഭയങ്കര ധൈര്യശാലിയാണ്. പഠിച്ചോനെ പഠിച്ചോളി. ഖബറിൽ കിടക്കുമ്പോഴേ മക്കളെ ഒക്കെ നിങ്ങൾ വീതം വെച്ച് തിന്നണതിൻ്റെ മുമ്പ് എൻ്റെ കടന്ന് വീട്ടിൽ നിന്ന് വിളിച്ച് പറയാൻ കഴിയൂല. കടം വീട്ടാൻ മാത്രമാണ് പറ്റാത്തത്. കശ്മീർ വരെ യാത്ര ചെയ്യാൻ പൈസ ഉണ്ട്, ടൂറ് പോകാൻ പൈസ ഉണ്ട്, എല്ലാത്തിനും പൈസ ഉണ്ട്, പുതിയ വണ്ടി ഇറക്കാൻ പൈസ ഉണ്ട്. കടക്കാർ മാത്രം ഇങ്ങനെ എരന്ന് നടക്കുക. പ്രയാസമുള്ള സമയത്ത് നമ്മെ സഹായിച്ചു എന്ന അബദ്ധമാണ് അയാൾ ചെയ്തത്. വാങ്ങാൻ പഠിച്ചാൽ പോരാ, കൊടുക്കാൻ പഠിക്കണം. കൊടുക്കാൻ അറിയാൻ വാങ്ങാൻ നിൽക്കരുത്. മനസ്സിലായില്ലേ? അവനവൻ ആവശ്യം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവന് മുമ്പിൽ കണ്ണും കാതും കാട്ടി പൈസ വാങ്ങിയിട്ട് പിന്നെ തന്ന ആളുകൾ ചോദിക്കുമ്പോൾ അതും പറയാൻ നിൽക്കരുത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഗൗരവമാണ്. യുഗ്ഫറുലി ഷഹീദ് കുല്ല ദംബ് ഇല്ല ദൈൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ടവൻ്റെ എല്ലാ പാപവും പൊറുക്കപ്പെടും, കടമൊഴികെ. പ്രശ്നമാണ്. അതുകൊണ്ട് ബാധ്യതകൾ തീർക്കണം. മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ അവിടെ ബാക്കി വേണം. എന്താ ഈ ലൈഫ് ഇൻഷുറൻസ്? നമ്മൾ മരിച്ചാൽ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ നമ്മളെ കുടുംബത്തിന് കിട്ടുക. അപ്പോഴായിട്ട് ചില പൈസ കൊടുത്തത് ഇരട്ടിയായിട്ട് നമ്മുടെ കുടുംബത്തിന് കിട്ടുക. അപ്പോൾ കുടുംബം ഇങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കും. കുടുംബം നമ്മളില്ലെങ്കിലും ജീവിച്ചോളും. മനസ്സിലായില്ലേ? വായ തന്ന പടച്ചവന് വായയിലേക്ക് കൊടുക്കാനുള്ളതും തരാൻ കഴിയും. അതൊന്നും ആലോചിച്ച് ആരും പേടിക്കണ്ട. നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബറിലേക്കുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആഥാറഹും. മരിച്ചവരെ നാമാണ് ജീവിപ്പിക്കുന്നത്, അവർ മുൻകൂട്ടി ചെയ്തതും അവരുടെ ആസാറുകളും. എന്താ ആസാർ? കാലടിപ്പാടുകളാണ്. നമ്മളൊക്കെ മരിച്ചാൽ ഇവിടെ വല്ലതുണ്ടോ നമ്മുടെ ഖബറിലേക്ക് വരാൻ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിൻ ഹുമരിൻ നഅം. നീ കാരണം ഒരാൾ ഹിദായത്തിലായാൽ ചുവന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ് ദഅവത്ത്. മരിച്ചാലും കൂലിയിട്ടുന്ന കാര്യമാണ് ദഅവത്ത്. ഇൽമ പഠിക്കുക, അത് പരമാവധി പറഞ്ഞു കൊടുക്കുക. ആളുകൾക്ക് ഇങ്ങനെ വാട്സപ്പിലും അല്ലാണ്ടെയൊക്കെ സാധനങ്ങൾ ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടേ നിൽക്കുക. ആളുകൾ മാറും, കുടുംബങ്ങൾ മാറും. വ്യക്തികൾ മാറുമ്പോൾ കുടുംബം മാറും, കുടുംബം മാറുമ്പോൾ നാട് മാറും. ആരാതിൻ്റെ പിന്നിലെ പ്രചോദനം? നമ്മളാണെങ്കിൽ അത് മതി. നമ്മുടെ ഖബറിലേക്ക് അതൊരു വരുമാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 കാര്യങ്ങൾ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാലും മുറിയാത്ത 3 കാര്യങ്ങൾ. 1 സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സദഖ. ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ വിജ്ഞാനം. വലദുൻ സാലിഹുൻ യദഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. 3 കാര്യങ്ങളാണ് സദഖത്തുൻ ജാരിയ. ഈ പള്ളിയിൽ ഇത്രയും പേർ നിസ്കരിച്ചു, ഇവിടെ സുന്നത്ത് നിസ്കരിച്ചു. രാവിലെ സുബഹിൻ്റെ മുമ്പ് മുതൽ നമ്മുടെ തറാവീഹിൻ്റെ ശേഷം വരെ ഇവിടെ ഒരു മനുഷ്യൻ എത്ര സുജൂദ് ചെയ്യുന്നുണ്ട്, എത്ര കണക്കിന് ആളുകൾ ഇവിടെ നിസ്കരിക്കുന്നുണ്ട്. ഈ പള്ളി നിറയെ ആളുകൾ ഖുത്ബ കേൾക്കുന്നുണ്ട്, അല്ലേ? ഇതൊക്കെ ഒരു വിഭാഗം ആളുകൾക്ക് ഇതേ പ്രതിഫലം കിട്ടുന്നുണ്ട്. ആരറിയോ? ഈ പള്ളി നിർമ്മിച്ച ആൾക്കാർക്കാണ്, ഈ പള്ളി നിർമ്മിച്ച ആളുകൾക്കാണ്. സദഖത്തുൻ ജാരിയ. മദ്രസകൾക്ക്, തഹ്ഫീദുൽ ഖുർആനിന്, പള്ളികൾക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കുക. ഏത് പാവപ്പെട്ട മനുഷ്യനും പൈസ ഉണ്ടാക്കിയിട്ട് ഒരു വീടുണ്ടാക്കണല്ലേ? അത് നമുക്ക് നീഡാണ്. എനിക്കൊരു വീട് വേണം, എൻ്റെ കുടുംബത്തിൻ്റെ വീട് വേണം. ആ വേണം എന്ന് തോന്നിയപ്പോൾ നമ്മൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഉണ്ടാക്കി ഒരു വീട്. പൈസ ഉണ്ടായിട്ടല്ല, എങ്ങനെയൊക്കെ ഉണ്ടായി നമ്മളൊക്കെ പറയാം, അല്ലേ? ഉണ്ടായതാണ്.
നമുക്ക് സാധിക്കും അള്ളാഹുവിൻ്റെ ഒരു ഭവനം നിർമ്മിക്കാൻ, അല്ലെങ്കിൽ അതൊരു പാർട്ടെങ്കിലും ഏറ്റെടുക്കാൻ. നമ്മുടെ മുന്നിലൊരു അവസരവും കൂടെ ആയിട്ടാണ് ഞങ്ങൾ കുറച്ച് പേര് വന്നിരിക്കുന്നത്. ഇടവണ്ണയിൽ 28 സെൻറ്റ് സ്ഥലം നമ്മൾ എടുത്തിരിക്കുകയാണ്. ഏതാണ്ട് 1 കോടി രൂപയോടടുത്തുള്ള ചിലവ്. കഴിഞ്ഞ റമദാനിൽ ഈ പള്ളിയിൽ നമ്മൾ സ്ഥലത്തിന് വേണ്ടി കലക്ഷൻ നടത്തിയിരുന്നു. ഇന്ന് അവിടെ നമ്മൾ പള്ളി, മദ്രസ, മറ്റു സ്ഥാപനങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാക്കി ഇന്ന് കാലത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ പില്ലേഴ്സ് പൊങ്ങിത്തുടങ്ങി. അൽഹംദുലില്ലാ. 3,20,00,000 രൂപയാണ് നമ്മുടെ സ്ഥാപനത്തിന് അനിവാര്യമായിട്ട് വന്നിരിക്കുന്നത്. 18,000 സ്ക്വയർ ഫീറ്റാണ് സ്ഥാപനത്തിൻ്റെ വിസ്തൃതി. 1 സ്ക്വയർ ഫീറ്റിന് 1,750 രൂപയാണ് നമ്മൾ കാണുന്നത്. നമുക്കൊക്കെ നൽകാം. ആ പള്ളി നിലനിൽക്കുന്ന കാലമത്രയും നമ്മുടെ ഖബറിലേക്കുള്ള ഒരു പുണ്യമായിട്ട് അത് ബാക്കി കിടക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് ഒരു സ്വഹാബി ചോദിക്കുക, നബിയെ, എൻ്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി. അവർക്ക് വല്ലതും പറയാൻ അവസരം കൊടുത്തിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു, മോനെ നീ കുറച്ച് സ്വതക്ക കൊടുക്കണം. പക്ഷേ വസിയത്ത് പറയാൻ പോലും സമയം കിട്ടിയില്ല. എൻ്റെ ഉമ്മക്ക് ഞാൻ സ്വതക്ക കൊടുത്താൽ കൂലി ലഭിക്കുമോ എന്ന് പ്രവാചകനോട് അവർ ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സ്വതക്ക നിർവഹിച്ചോളൂ, അത് നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും പ്രതിഫലം ലഭിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് വേണ്ടി നൽകാം, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഒക്കെ നൽകാം. സ്ത്രീകൾക്ക് അവർക്ക് സാധിക്കുന്ന തുകയോ അവരുടേതായിട്ടുള്ള മറ്റു കാര്യങ്ങളോ ഒക്കെ ഈ ഒരു ദീനീ സ്ഥാപനത്തിന് വേണ്ടി നൽകാം. നിങ്ങളുടെ കയ്യിൽ ഈ ക്ലാസ്സിന് ശേഷം ഇങ്ങനൊരു സ്ലിപ്പ് വരും. അതിൽ നിങ്ങളുടെ പേരെഴുതാം, നിങ്ങൾ ഓഫർ നൽകാൻ ഉദ്ദേശിക്കുന്ന തുക എഴുതാം. ഇപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റാണ് ഏറ്റെടുക്കുന്നത് എങ്കിൽ അതിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഈ QR കോഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൻഡ് ചെയ്യാം. ഇതൊരു അവസരം മാത്രമാണ്. നമ്മളെല്ലായിടത്തും പോയി പറയുന്നുണ്ട്. നൽകാൻ ആഗ്രഹിക്കുന്നവർ നൽകുമെന്ന പ്രതീക്ഷയും പ്രാർത്ഥനയും നൽകിയിട്ടുമുണ്ട്. അൽഹംദുലില്ലാ. അതുകൊണ്ട് നമ്മളെല്ലാം അതിൻ്റെ ഭാഗമാവുക. മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് ഒഴുക്കപ്പെടുന്ന പുണ്യമാണ് സ്വതഖത്തുൻ ജാരിയ, ഉപകാരപ്രദമായ വിജ്ഞാനം. ദീനുള്ള മക്കൾ ഒരു നന്മ ചെയ്ത് ജീവിച്ചാൽ തന്നെ കൂലിയാണ്. എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും പ്രസംഗിക്കൂല, പക്ഷേ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എനിക്ക് പ്രസംഗമുണ്ട്. ഞാൻ പ്രസംഗിച്ചാൽ മതി, അവർക്കതിൻ്റെ കൂലി ലഭിക്കും. പിന്നെ പ്രാർത്ഥനയാണ്. ഖബറിൽ കിടക്കുമ്പോൾ മനുഷ്യൻ ചോദിക്കും, പടച്ചോനെ എന്തിനാണിത് എന്ന് ചോദിക്കുമ്പോൾ പറയില്ലേ, ഇസ്തിഗ്ഫാരി വലദിക ലക, നിൻ്റെ മകൻ നിനക്ക് ഭൂമിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മരിക്കും മുമ്പ് നല്ല മക്കളുണ്ടാക്കുക, മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക, ദീനി അറ്റ്മോസ്ഫിയറുള്ള ക്യാമ്പസിൽ കുട്ടികളെ കൊണ്ടുപോയി ചേർത്തുക, ദീനിൽ സ്പെഷ്യൽ സ്റ്റഡി നടത്താനുള്ള അവസരങ്ങളിലേക്ക് കൊണ്ടുപോവുക. വെറും ദീന് നോക്കിയിട്ട് എങ്ങനെ തിന്നുക എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. പഠിച്ചോൻ കൊടുക്കും. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ തിരിച്ചുവിടുക. സ്വതഖ നല്ലോണം കൊടുക്കുക. അത് ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു വരും. ഇന്നല്ലാഹ യതഖബ്ബലുഹാ ബിയമീനി ثم يربيها لصاحبه كما يربي احدكم فلوه. നിങ്ങൾ നിങ്ങളുടെ ഒട്ടകക്കിടാങ്ങളെ പോറ്റി വളർത്തുന്ന പോലെ അള്ളാഹ്ക്ക് നിങ്ങൾ ഒരു ഈത്തപ്പഴം കൊടുത്താൽ പടച്ച റബ്ബ് അതിനെ മല പോലെ വളർത്തും. മനസ്സിലായില്ലേ? നമ്മുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചിലവാക്കണ. എവിടെ ചിലവാക്കണേ? അള്ളാഹിൻ്റെ മാർഗത്തിൽ ചിലവാക്കണത്. അതാ നമ്മുടെ സ്വത്ത്, അതാ നമ്മുടെ കവറിലേക്കുള്ളത്, അതാ നമ്മുടെ പരലോകത്തേക്കുള്ളത്. ഒരു ചെടി നട്ടാൽ പോലും റസൂൽ പറയും, മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സറഅൻ ഫയഅകുൽ മിൻഹു തൈറൻ ഔ ഇൻസാൻ ഔ ബഹീമ ഇല്ലാ കാന ലഹു ബിഹി സദഖ. ഒരു ഫലം കായ്ക്കുന്ന വൃക്ഷം നമ്മൾ കുഴിച്ചിട്ടു, അതിൽ നിന്ന് പക്ഷികൾ തിന്നു, മനുഷ്യന്മാർ തിന്നു, സ്വതക്കൻ്റെ കൂലി ലഭിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മരിക്കും മുമ്പ് നമ്മുടെ അടയാളങ്ങൾ ഇവിടെ ഉണ്ടാകണം. പാവങ്ങൾക്ക് വീട്, വെള്ളമില്ലാത്തവർക്ക് കിണർ, വഴിയോരങ്ങളിൽ ആളുകൾക്ക് വിശ്രമിക്കാൻ കേന്ദ്രങ്ങൾ, പള്ളികൾ, മദ്രസകൾ, മറ്റു വഖഫുകൾ, പള്ളികളിലേക്ക് സൗണ്ട് സിസ്റ്റം, AC, ഫാന്, മറ്റ് സൗകര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് നിലക്കാതെ കൂലി കിട്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിലൊക്കെ നമ്മൾ മുഴുകുക എന്നുള്ള. പിന്നെ എപ്പോഴും ഒരു മുഹാസബത്ത് വേണം. എന്താണ് എൻ്റെ അവസ്ഥ? എവിടേക്കാണ് ഞാൻ പോകുന്നത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളേക്ക് വേണ്ടി എന്തുണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് നീ ചിന്തിച്ചോ, അല്ലാഹ് പറയാണ്. അതുകൊണ്ട് സ്വർഗം കിട്ടാൻ എൻ്റെ കയ്യിൽ എന്തുണ്ട് എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കാം. സ്വർഗം ഉറപ്പ് കിട്ടിയിട്ട് പോലും കരയായിരുന്നു ഉമർ റളിയല്ലാഹുവിനൊക്കെ. കുത്തേറ്റിട്ട് അബ്ദുള്ള ബാപ്പനെ മടി കിടത്തിയിരിക്കുക. ഉമർ ഖത്താബ് റളിയല്ലാഹു ചോദിക്കുക, മോനെ ഞാൻ എവിടെയാണ്? അബ്ദുള്ള പറയാ, ഉപ്പാ നിങ്ങളെൻ്റെ മടിയിലാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു പറയാ, കുടലൊക്കെ കീറി കിടക്കുക,
രക്തം വാർന്നൊഴുകി കിടക്കുക. ഉമർ പറയാ, മോനെ എൻ്റെ തല നീ മണ്ണിലേക്ക് വക്കൂ, അള്ളാഹു എൻ്റെ ഈ ഗതി കണ്ടിട്ട് എനിക്ക് പുറത്തു തന്നാലോ. സ്വർഗമുണ്ടെന്ന് വാക്ക് നൽകപ്പെട്ട സഹാബത്തിൻ്റെ ശ്രദ്ധയും പേടിയും സൂക്ഷ്മതയുമാണിതെങ്കിൽ ഈ സുഖലോലുപതയുടെ കാലത്ത് ഫലസ്തീനികൾ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ യഥേഷ്ടം ഭക്ഷിച്ച് സുഖകരമായി നമ്മൾ ജീവിക്കുമ്പോൾ സഹോദരന്മാരെ, എന്താ നമ്മൾ പടച്ചവനോട് പറയാം? എന്താ നമ്മൾ പടച്ചവനോട് ചോദിക്കുക? എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെട്ടു പോവുക? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നോമ്പ് സൽക്കാരത്തിന് നോമ്പ് തുറക്കാൻ വിഭവസമൃദ്ധമായ ഭക്ഷണം വിരിച്ചു വെച്ചപ്പോൾ അദ്ദേഹം പൊട്ടിക്കരയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, തുൽഹ, സുബൈർ അവർക്ക് എന്നേക്കാൾ എത്രയോ ഉത്തമന്മാരാണ്, അവർക്ക് ഉഹദിൽ മരണപ്പെട്ടു പോയി. അള്ളാഹുവേ, ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് നീ ദുനിയാവിൽ തന്നെ എല്ലാം നൽകുകയാണോ പടച്ചോനെ? പള്ളിയിൽ എ സിയാണ്, ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയ കാറിൽ എ സിയാണ്, വീട്ടിൽ ചെന്നാൽ തണൽ സൗകര്യം സംവിധാനം അല്ലേ, പ്രയാസം എന്തെന്നറിയാതെ കംഫേർട്ട് സോണിൽ ജീവിക്കുകയാണ് നമ്മൾ. ഇതൊന്നുമില്ലാതെ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു ജനപദം. നബിയെ, അപസ്മാര രോഗിയാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറയാ, പെണ്ണേ നീ ക്ഷമിച്ചോ, നിനക്ക് സ്വർഗമുണ്ട്, ഞാൻ ക്ഷമിച്ചോളാം നബിയെ. ഈ രോഗം എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെങ്കിൽ ഞാൻ ക്ഷമിച്ചോളാം നബിയെ. അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. അതുകൊണ്ട് സ്വർഗം നേടണം സഹോദരന്മാരെ. ഉള്ളതുകൊണ്ട് ജീവിക്കാം ദുനിയാവിൽ. പക്ഷേ മരിക്കുന്ന സമയത്ത് യാ അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ, സമാധാനമടഞ്ഞ നല്ല ആത്മാവേ എന്ന് മലക്കുകൾ നമ്മളെ വിളിച്ചില്ലെങ്കിൽ, യാ അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ, മോശപ്പെട്ട ആത്മാവേ എന്നാണ് നമ്മളെ വിളിച്ചതെങ്കിൽ, ബോധം വെച്ച് അന്ന് മുതൽക്ക് നാം ചെയ്തു കൂട്ടിയ പാപങ്ങൾ പടച്ചോൻ പുറത്തു തന്നില്ലെങ്കിൽ, അതിൻ്റെ ശിക്ഷയിലേക്ക് നമ്മളെ പടച്ചോൻ കൊണ്ടുപോയാൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ച് അല്പം ഗൗരവത്തോടുകൂടെ കാണാനും മരിക്കും മുമ്പ് ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ ചെലുത്താനും ശ്രദ്ധിക്കണം. നമ്മുടെ മരണം ഒരു പരിഹാരമാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് നല്ല തലവേദനയാണ്, കടുത്ത തലവേദന, തണുത്ത വെള്ളം ഇങ്ങനെ തലയിലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ആയിഷ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, എൻ്റെ ഉപ്പച്ചി എത്ര വലിയ വേദനയാണ് അനുഭവിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടിട്ട് പറയാ, ലൈസ അലാ അബീക കർബുൻ ബഅദൽ യൗം, ഫാത്തിമ ഈ വേദനക്കപ്പുറത്ത് ഉപ്പച്ചിക്കിനി വേദനയില്ല കേട്ടോ. എൻ്റെ ഉപ്പ ഇത്ര വേദനയാണ് സഹിക്കുന്നത് എന്ന് പറഞ്ഞ മകളോട് പ്രവാചകൻ പറയാണ്, ഈ വേദനക്കപ്പുറത്ത് നിന്റെ ഉപ്പച്ചിക്കിനി വേദനയില്ല കേട്ടോ. വജഅലിൽ മൗത റാഹത്തൻ ലീ മിൻ കുല്ലി ശർ, അല്ലാഹുവേ എല്ലാ ശർറിൽ നിന്നുമുള്ള റാഹത്താക്കി എൻ്റെ മരണത്തെ നീ മാറ്റണേ. എല്ലാ വിഷമങ്ങളിൽ നിന്നും, എല്ലാ നഷ്ടങ്ങളിൽ നിന്നും, എല്ലാ സങ്കടങ്ങളിൽ നിന്നും, എല്ലാ ആവലാതിയിൽ നിന്നും ഒരു ആശ്വാസമാക്കി എൻ്റെ മരണത്തെ നീ മാറ്റണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹ് അത് കൊടുത്തു. സുഹൃത്തുക്കളെ, നമ്മുടെ മരണം ദുരന്തമാകുമോ? അപകടത്തിലേക്കുള്ള യാത്രയാകുമോ? ദുനിയാവിലും കഷ്ടപ്പാട്, പരലോകത്തും കഷ്ടപ്പാടെന്നുള്ള അവസ്ഥ നമുക്കുണ്ടാവോ? ഗൗരവത്തിൽ ചിന്തിക്കണം. സമയവും ആരോഗ്യവും യൗവനവും സമ്പത്തും കഴിവും അറിവും ശേഷിയും ഒക്കെ പടച്ചോന് കൊടുക്കുക. പടച്ചോൻ നമ്മളെ സ്വീകരിക്കും. പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി ഇബാദത്ത് ചെയ്യുക. വെറുതെ ഇങ്ങനെ തറാവി നിസ്കരിക്കല്ല, ആത്മാർത്ഥമായി തറാവി നിസ്കരിക്കുക. ഇന്ന് ഒറ്റയിട്ട രാവാണ്, ഈ പള്ളിയിൽ ലൈറ്റണക്കാത്ത രാത്രിയാണ്. നമ്മളുണ്ടാകണം. എന്തിനൊക്കെയോ ഉറക്കൊഴിച്ചു അല്ലേ? യാത്രയ്ക്ക് വേണ്ടി ഉറക്കൊഴിച്ചു, ഹോസ്പിറ്റൽ കേസിന് ഉറക്കൊഴിച്ചു, കുടിയിരിക്കലിന് ഉറക്കൊഴിച്ചു, രാത്രി നട്ടപ്പായിരിക്കും 4 മണിക്കാണ് ഫ്ലൈറ്റ്. ഉറങ്ങിയോ? ഇല്ല. ഇത് സ്വർഗത്തിന് വേണ്ടി ഒരു ഉറക്കമൊഴിക്കൽ. മാറ്റമാണ് സുഹൃത്തുക്കളെ. മാറ്റത്തിനുള്ള നിർവൃതി ആനന്ദം വേറെ തന്നെയാണ്. വല്ലാത്ത മാറ്റം. മലിക്കി മദ്ഹബിലെ അറിയപ്പെട്ട പണ്ഡിതനാണ് കഅനബി. അദ്ദേഹം കള്ളുകുടിയനായിരുന്നു. ശുഅബത്ത് ബിൻ ഹജ്ജാജ് കഴുതപ്പുറത്ത് തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ നടന്നു വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം കഴുതയുടെ മൂക്ക് കയറി പിടിച്ചിട്ട് ചോദിച്ചു, ആരാണോ ചോദിച്ചു. ശുഅബത്ത് ബിൻ ഹജ്ജാജാണ് പറഞ്ഞു. അപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു ഇമാമും മുഹദ്ദിസും ഒക്കെയാണ്. അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്താ മുഹദ്ദിസ് പറഞ്ഞാൽ ചോദിച്ചു. നബിൻ്റെ ഹദീസ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളെന്താ മുഹദ്ദിസ് പറഞ്ഞാൽ? കള്ള് കുടിച്ച് കള്ളിൻ്റെ അംശവും അതിൻ്റെ ഗന്ധവും അതിൻ്റെ രീതിയും രൂപമൊക്കെയുള്ള മൂത്തുണ്ട്. ആ ഒരു നോട്ടത്തിനാണ് ചോദിക്കണേ. ശുഅബത്ത് ബിൻ ഹജ്ജാജിനോട് കഅനബി ചോദിക്കുകയാണ്, ഹദ്ദിസ്നി, എനിക്കൊരു ഹദീസ് പഠിപ്പിച്ചുകൊണ്ടാണ്. കള്ളുകൂടിയനെ എനിക്കൊരു ഹദീസ് പറഞ്ഞുകൊണ്ട്, മുഹദ്ദിസല്ലേ, ആലിമല്ലേ, എനിക്കൊരു ഹദീസ് പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹത്തിന് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇദാ ലം തസ്തഹി
ഫസ്ന മാ ശിഅ്ത. ഇസ്ലാമിൻ്റെ ഏറ്റവും സുന്ദരമായ ഉപദേശത്തിൽപ്പെട്ടതാണ്, നിനക്ക് ലജ്ജയില്ലേ, നിനക്ക് തോന്നിയത് പ്രവർത്തിക്കാം. ഇത് അയാളുടെ ഉള്ളിൽ വല്ലാത്ത ചിന്തയുണ്ടാക്കി. അയാൾ കൂട്ടുകാരൊക്കെ പറഞ്ഞയച്ച് വീട്ടിലിരുന്നിട്ട് മൂലയിലിരുന്നിട്ട് കരഞ്ഞ് ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുപാട് നിസ്കരിച്ച് അദ്ദേഹം സ്വന്തം നാട് വിട്ട് മദീനയിലേക്ക് പോയി. ഇമാം മാലിക്കിൻ്റെ കീഴിൽ അദ്ദേഹം കിതാബ് പഠിക്കാനിരുന്നു. ആദ്യത്തെ ഹദീസ് ഗ്രന്ഥമായ മുവത്ത ഫുള്ള് ബൈഹാട്ട് ചെയ്ത് മുവത്തയിൽ അറിയപ്പെട്ട പണ്ഡിതനായി അദ്ദേഹം മാറി. ഇന്ന് മാലിക്കി മദ്ഹബിലെ പണ്ഡിതന്മാരുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇദ്ദേഹം മുഴുകുടിയനായിരുന്നു. മാറ്റത്തിന് വല്ലാത്ത സൗന്ദര്യമുണ്ട്. പിശാച് നമ്മളെ വഞ്ചിക്കുകയാണ്, പലതും പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കുകയാണ്, വ്യാമോഹങ്ങളും വാഗ്ദാനങ്ങളും നൽകുകയാണ്. നീ മാറിയാൽ നിനക്ക് ഇന്ന പരിക്കുണ്ടാകുമെന്ന് നമ്മളെ പേടിപ്പിക്കുകയാണ്. ഒരിക്കലുമില്ല. അള്ളാഹ്ക്ക് വേണ്ടി എന്തുപേക്ഷിച്ചാലും നമ്മൾ കുടുങ്ങൂല, പഠിച്ചോണ്ടാവും കൂടെ. അലാ ഇന്ന ഹിസ്ബല്ലാഹ് ഹുമുൽ മുഫ്ലിഹൂൻ. അള്ളാഹുവിൻ്റെ ആളുകളാണ് വിജയം വരിക്കുന്ന ആളുകൾ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മരിക്കും മുമ്പ് ജീവനോടെ നമ്മളൊക്കെ നിൽക്കുന്നു എന്നുള്ളത് വല്ലാത്തൊരവസരമായി ഭാഗ്യമായി കണ്ട് മുച്ചൂടും ഒരു മാറ്റത്തിന് വിധേയമാക്കി നല്ല ബോധത്തോടുകൂടെ ലക്ഷ്യത്തോടുകൂടെ മുന്നോട്ട് പോകാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഭയക്കുന്ന കാര്യങ്ങൾ നമ്മെ തൊട്ട് അകറ്റുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ശിഫാവൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. പടച്ചറബിലേക്ക് മടങ്ങും വരേക്കും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വഴിയിൽ മാത്രം ഉറച്ചു ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. കേൾക്കുമ്പോഴുള്ള ഈമാൻ മാറ്റത്തിനുള്ള ചിന്ത അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. എല്ലാ ഫിത്നയിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ രാജ്യത്ത് അള്ളാഹു സമാധാനവും സന്തോഷവും നിലനിർത്തി തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അകമഴിഞ്ഞ് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ രാജ്യത്ത് അള്ളാഹു സമാധാനവും ശാന്തിയും സ്വാതന്ത്ര്യവും നിലനിർത്തി തരുമാറാവട്ടെ. ഇവിടെ അനൈക്യവും ചിത്രതയും കലാപവും വിതക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സൽബുദ്ധി തോന്നിക്കുമാറാവട്ടെ. മനുഷ്യസ്നേഹികൾക്ക് അള്ളാഹു രാജ്യത്തിൻ്റെ അധികാരം തിരിച്ചു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനിലെ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് രക്ഷയും ആശ്വാസവും പ്രദാനം ചെയ്യട്ടെ. മനുഷ്യന്മാരെ കൂട്ടക്കുരുതിക്ക് വിധേയമാക്കി മനുഷ്യരക്തം നോക്കി ആനന്ദ നൃത്തമാടുന്ന ശത്രുസേനയെ അള്ളാഹു സുബ്ഹാനഹു വ തആല പാഠം പഠിപ്പിക്കുമാറാവട്ടെ. അവരുടെ ആയുധ സജ്ജീകരണത്തെ അള്ളാഹു നിർവീര്യമാക്കുമാറാവട്ടെ. അവരുടെ സാമ്പത്തിക ഭദ്രതയെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുമാറാവട്ടെ. അവരുടെ ഐക്യത്തെ അള്ളാഹു ചിന്ന ഭിന്നമാക്കുമാറാവട്ടെ. അള്ളാഹു വിശ്വാസികൾക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.